No, what is his name? Hero's name? No, his name. Maniambala Raju. Hi, Maniambala Raju. Love you, Maniambala Raju. Love you, tata. ഷുഗർ അടിച്ചല്ലേ അങ്ങ് ഓഞ്ഞു പോയല്ലോ. ഞാൻ പറഞ്ഞു ഷുഗർ അല്ല, അങ്ങനെ ആളെ കൊച്ചാക്കരുത്, ക്യാൻസർ. മമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഫൈറ്റ് ചെയ്യണടാ, നീ ഫൈറ്റ് ചെയ്യണം. ഞാൻ അങ്ങേർക്ക് അസുഖം വന്നപ്പോഴും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. മോഹൻലാൽ പറഞ്ഞു, ഇങ്ങനെ രാജിച്ചേട്ടനെ വെച്ച് പ്ലാൻ ചെയ്തതല്ലേ, ആ പടം മുടക്കിയിട്ട് ഞാൻ അഭിനയിക്കില്ല, പുള്ളി അഭിനയിക്കട്ടെന്നാണ്. ശ്രീനിവാസൻ വന്നപ്പോൾ ശ്രീനിവാസനെ റാഗ് ചെയ്ത് കൊന്നു മോഹൻലാൽ. ഇങ്ങനെ ശബ്ദം, ആക്ടിങ് ഗോ ടു ഹെൽപ്പ്. ബഹദൂർ സാറ് തിരിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഡോഗിനുള്ള കോമൺ സെൻസ് തനിക്കില്ല. ജഗദീഷ് ശിവകുമാറാണ് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് സ്പാർക്ക്. മോഹൻലാലാണെങ്കിൽ ജീവിതത്തിൽ ഒരാളുടെ അടുത്തും വഴക്ക് പറയാതെ ദേഷ്യമില്ല. ഞാൻ ചോദിക്കും, നിൽക്കൊന്ന് വഴക്ക് പറയാം, ദേഷ്യം വന്നിട്ട് പറയും, നമുക്കാരെയും അങ്ങനെ വാക്ക് കൊണ്ടുപോലും പീഡിപ്പിക്കാൻ അവകാശമില്ല. ഇപ്പം നമ്മൾ എനിക്ക് സുഖമില്ലാതായപ്പോഴും എന്നെ കാണാൻ ഓടിയെത്തിയത് മോഹൻലാലും വന്നിട്ട്. മോഹൻലാലും ഞാനോട്ടൊരു പടം അഭിനയിച്ചിട്ട് 10 കൊല്ലമായി, ഇപ്പോഴാണ് തുടരും ചെയ്യുന്നത്. തിരുവനന്തപുരം ലോബി ആണെങ്കിൽ പുള്ളി പറയാത്ത എന്താണ് ഇടാൻ. സിനിമാ ജീവിതം അത് എങ്ങനെ തിരിഞ്ഞു നോക്കുന്നു, അതിനെങ്ങനെ വിലയിരുത്തും, അതിൻ്റെ ഒരു അനുഭവം എന്താണ്? തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല, കൈവിട്ട് പോയി. കഴിഞ്ഞ 50 വർഷം ഇന്നലത്തെ പോലെ പെട്ടെന്ന് കഴിഞ്ഞു പോയി. പക്ഷേ ഇപ്പോഴത്തെ കൂട്ടൊരു ഈസി അല്ലായിരുന്നു എൻ്റെ ഒരു ഫിലിം ഇൻട്രോ. ഒന്നത് എൻ്റെ കുടുംബത്തിലോ ആരെങ്കിലും കലാകാരന്മാരായിട്ടോ അല്ലെങ്കിൽ സിനിമയിലോ നാടകത്തിലോ ഒന്നുമില്ല. എൻ്റെ തന്നെ ആഗ്രഹം കൊണ്ട് ഭാഷയും വഴിയൊന്നും ഒരിടത്ത് ഞാൻ മദ്രാസിൽ ട്രെയിനിൽ ചെന്ന് ഇറങ്ങി പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർവ്യൂവിന് പോയി പരാജയപ്പെട്ട് തിരിച്ചു വന്നു. എന്നെ കണ്ട മൊത്തം ഒരു പോഷകരക്കുറവൊക്കെ ഉള്ള വളരെ കുറവായ ഒരാളായിരുന്നു. എന്നിട്ട് ഞാൻ ധൈര്യം സംഭരിച്ച് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അതിന് പോയി അതിന് സെലക്ഷൻ കിട്ടി. ആദ്യത്തെ മലയാളി ആക്ടിങ് സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് സ്ക്രിപ്റ്റൊക്കെ തരും, ഈ പറഞ്ഞ മാതിരി അഭിനയിക്കാനായിട്ട്. തമിഴിൽ ഇംഗ്ലീഷിലുണ്ട്. ഞാൻ അതൊക്കെ കാണാതെ പഠിച്ചു. അപ്പം കെ ബാലചന്ദ്രനും അന്നത്തെ കാലത്ത് സിനിമയിലെ വലിയ ആക്ട്രസ്സുമാണ്, പ്രൊഡ്യൂസർ, ഡയറക്ടർ എല്ലാം എം എൻ രാജൻ. അപ്പോൾ അവർ പറഞ്ഞ് ഇത്രയും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ രാജുവിൻ, സുധീർ കുമാർ എന്നാണ്, സുധീർ കുമാറിൻ്റെ കയ്യിൽ. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട, ഇതേതെങ്കിലും ചെയ്തൊരു മോണോ ആക്ട് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവർ യു ആർ സെലക്ടഡ് ടു ദ സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു എന്നെ അപ്പോൾ എടുത്തു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ പ്രിൻസിപ്പളിനെ പോയി കണ്ടു. ഞാൻ സാർ, ഞാൻ പ്രീഡിഗ്രി ഡിസ്കണ്ടിന്യൂ വന്നതാണ് സാർ, എങ്ങനെയെങ്കിലും. അല്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യം അല്ലല്ലോ, നിങ്ങളുടെ ഫിലിം അന്നത്തെ സൈസ് വെച്ചിട്ട് 35 ഇരട്ടി വലുതായിട്ട് കാണാനില്ല. മൈന്യൂട്ട് എക്സ്പ്രഷൻസിൽ പോലും നമ്മൾ വാച്ച് ചെയ്യും, ആൾക്കാരും വാച്ച് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം പറയാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കാർഡ് വരെയാണ് സെലക്ട് ചെയ്തത്. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. വീട്ടിൽ റെഡിയായിരുന്നു വിടാനായിട്ട്? സിനിമ പഠിക്കാൻ പോവാന്നൊക്കെ പറയുന്നത് അന്ന് വളരെ അങ്ങനെയല്ല. ഞാൻ മോഡൽ സ്കൂൾ പഠിക്കുമ്പം 8ാം ക്ലാസ് പഠിക്കുന്ന നാടകങ്ങൾ അഭിനയിക്കുമ്പോൾ കണ്ടിന്യൂസ് 3 കൊല്ലം ബെസ്റ്റ് ആക്ടറായിരുന്നു. അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അപ്പം ഞാൻ ഇതാണ് എൻ്റെ റൂട്ടെന്നൊക്കെ പറയും. ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോഴും പറയും, ഒരു എക്സാമ്പിളൊക്കെ പറയുമ്പം, ഒരു കാലത്ത് ഈ ഇരിക്കുന്ന സുധീർ കുമാർ ഒരു ഫിലിം ആക്ടർ ആകുമ്പോൾ എന്നാണ് സാറ് പഠിപ്പിക്കുന്നത് തന്നെ പറയാം. അപ്പം ഞാൻ അത് തന്നെ അങ്ങ് മനസ്സുകൊണ്ട് ഫിക്സ് ചെയ്തു. വീട്ടിൽ അച്ഛനൊക്കെ പറഞ്ഞത് ഇങ്ങനെ, എന്താണ്, ഇവനെ കൊണ്ട് പഠിക്കാനൊന്നും കൊള്ളില്ല, ഇവനെ വല്ല LLB അയക്കണം, മണ്ടന്മാർക്കുള്ളതാണ് LLB. അത് ഞാൻ ആലോചിച്ചു, എന്താ അച്ഛൻ അങ്ങനെ പറയാമെന്ന് ആലോചിച്ചു. എന്തായാലും ഞാൻ അത് അവിടെ ചെയ്തു. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടി. 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞ ശേഷമാണ് പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ, അന്ന് വീട്ടിൽ നിന്ന് 100 രൂപ വരുമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന സമയത്ത്, മണി ഓർഡർ. അതിൽ 1 രൂപ പോസ്റ്റ്മാന് കൊടുക്കണം, അവനാണ് കൊണ്ടുതരുന്നത്. പക്ഷേ ആ 100 രൂപയിൽ നമുക്ക് ഹോസ്റ്റൽ ഫീ, മദ്രാസിലെ ഏറ്റവും നല്ല ഹോസ്റ്റലാണ്. ഒരു മുറിയിൽ 3 പേരാണ്. അവർക്കെല്ലാം എന്താ പറയുക, എല്ലാവർക്കും ഷെൽഫ്, കോട്ട്, അത് ഇത് എല്ലാം ഉണ്ട്. ബെസ്റ്റ് ഹോസ്പിറ്റലാണ്. ഫുഡും അതും ഇതും എല്ലാം ചേർത്ത് അതും കഴിക്കും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം പേസ്റ്റ്, സോപ്പ് ഒക്കെ വാങ്ങിക്കാനുള്ള പൈസ ഈ 100 രൂപയിൽ തികയുമായിരുന്നു സംഭവം. അതാണ് അന്നത്തെ 100ൻ്റെ ഒരു വില. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ചാൻസ് അന്വേഷിക്കാൻ വേണ്ടി കോടമ്പാക്കത്ത് വന്നിട്ട് ഉമാരാഴ്ചയിലൊരു മുറി എടുക്കുന്നുണ്ട്. ഒരു 3ാമത്തെ നിലയാണ്, ആസ്ബറ്റോസാണ്. അത് നമുക്ക് അതുപോലെ നിന്നോട്ട് തൊടാം, ഭയങ്കര ചൂടാണ്. ഒരു മുറിയിൽ 2 പേരാണ്, ഒരാളും വേറെ ആളും. 45 രൂപയാണ് മന്ത്ലി റെൻ്റൊക്കെ. അപ്പോൾ ഓപ്പോസിറ്റ് റൂമിൽ കൊച്ചിൻ ഇനീഫ ഉണ്ട്,
ജോർജ് ജോസഫ് കൊണ്ട് ഇടയ്ക്ക് കമ്മൽ വന്നു. അങ്ങനെ മുമ്പ് പപ്പുവട്ടനൊക്കെ അവിടെ താഴെ താമസിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ താമസിച്ചാണ് ചാൻസിന് വേണ്ടി നടക്കുന്നത്. എൻ്റെ കൂടെ പഠിച്ചാണ് മല്ലിക, എന്നെക്കാളും ഒരു വയസ്സിന് മൂത്തതാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ് മോഡൽ സ്കൂളിൽ. മല്ലികയെ ഞാൻ വിളിച്ചു. മല്ലിയെ വിളിച്ചപ്പോൾ പറഞ്ഞു ശ്രീകുമാരൻ നമ്പി സാറ് കണ്ടിന്യൂസ് ഫോട്ടോ എടുക്കാൻ ഒന്ന് പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശ്രീകുമാരൻ നമ്പി സാറിന് എൻ്റെ ആൽബമൊക്കെ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയിച്ച ഡിപ്ലോമ ഫിലിംസ്, സോങ് പിക്ചറൈസേഷൻ, അതെല്ലാം ആയിട്ട് പോയി കണ്ടു. തമ്പി സാർ പറഞ്ഞു, തൻ്റെ വീട്ടിൽ കണ്ണാടിയില്ലേ, താൻ തന്നെ കണ്ടിട്ടില്ലേ, ഈ സിനിമയിൽ തനിക്കൊരു ചുക്കും ആകാൻ പറ്റില്ല, ഈ സിനിമയിൽ തനിക്കൊരു പുണ്ണാക്കം ചെയ്യാൻ പറ്റില്ല, ഇവിടെ അടൂർ ബാസിയും പ്രേം നസീറും എല്ലാം ഉള്ള അടുത്ത് ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇയാൾ ഇത്രയും 2 കൊല്ലം അച്ഛനും അമ്മയും ദ്രോഹിച്ചില്ലേ, ഇന്ന് വൈകുന്നേരത്തെ ട്രിവാൻഡ്രം വഴി നാട്ടിൽ പൊക്കോളോ എന്ന്. അങ്ങനെ ഞാൻ ആൽബമൊക്കെ തൂക്കി. മല്ലിക പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ അകത്ത് കയറി ഇരിക്കാൻ പറ്റുക. മല്ലിക അവർ തമ്മിലൊക്കെ അടുപ്പമുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ആൽബമൊക്കെ ആയിട്ട് വെളിയിലിറങ്ങി. അത് കഴിഞ്ഞ് ഇയാളുടെ നമ്പറൊന്നും തന്നേക്കും, തൻ്റെ നമ്പർ എത്ര? ഞാൻ പറഞ്ഞു മാലാജിൻ്റെ നമ്പർ കൊടുക്കുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഹോട്ടലിൽ ഫോൺ വന്നു, ഞാൻ തമ്പിയാണ്, അന്നും ഇന്നൊക്കെ എങ്ങനെ വിളിക്കുന്നു, ഞാൻ തമ്പിയാണ്, നാളെ ഷൂട്ടിംഗ് ഉണ്ട് എൻ്റെ മോഹിനിയായിട്ട്. ആ ഷൂട്ടിംഗ് പഠിച്ചുകൊണ്ട് നായകനൊന്നും അല്ല, ഇതിനകത്തൊരു സീനുകളിൽ അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ചെയ്യാൻ സാർ എന്നാണ്. അങ്ങനെയാണ് ഞാൻ സിനിമ അഭിനയിക്കാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ പറയും തകർന്നു പോവില്ലേ നമ്മൾ, മുഖം കണ്ണാടി നോക്കിയിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള ഞാൻ 2 കൽപ്പിച്ചിറങ്ങിയാണോ, ഒന്നുകിൽ ഇതിനകത്ത് കയറി പറ്റുക, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ തീരും. 2 കൽപ്പിച്ച് നിൽക്കാൻ അങ്ങനെ ഒരു പോരാളിയായിരുന്നു ഞാൻ. എനിക്ക് എങ്ങനെ ഇതിനകത്ത് കയറിയേ പറ്റുള്ളൂ. ഇതൊക്കെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഞാൻ പറയാം. അങ്ങനെ വന്നു മോഹിനിയാട്ടത്തിൽ ചെല്ലുമ്പോൾ കനകദുർഗയെടുത്ത് എനിക്ക് ഓർമ്മയിലിപ്പോഴുണ്ട്. കനകദുർഗയെടുത്ത് ഞാൻ പറയുന്നു, ഞാൻ പീറ്റർ സാറിനെ പോയി കണ്ടു, ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല, ഇനിയൊരു ജോലിയില്ലെങ്കിൽ ഞാൻ വല്ല റെയിൽവേ പാളത്തിന് തലവെച്ച് മരിക്കും. അപ്പം തമ്പി സാർ, റെയിൽവേ പാളം തിരുവനന്തപുരമാണ്, റെയിൽ പാളം എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് എടുക്കാം ടേക്ക്. ഡുവാസി സാർ എല്ലാവരും ഇരിപ്പുണ്ട്. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഞാൻ പീറ്റർ സാറിനെ പോയി കണ്ടു, ഇപ്പോൾ ജോലിയൊന്നുമില്ല, പിന്നെ ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല, പിന്നെ ആയിട്ടെന്ന് പറഞ്ഞു. ഇനിയൊരു ജോലി കിട്ടില്ലെങ്കിൽ ഞാൻ വല്ല റെയിൽ പാളത്തിന് തലവെച്ച് മരിക്കും. അപ്പോൾ ഓക്കെ, അകത്ത് പോയി ഫോൺ ചെയ്തിട്ട് കനകദുർഗ വന്നിട്ട് താൻ റെയിൽ പാളത്തിലും തല വയ്ക്കേണ്ടത്, എനിക്ക് ജോലി ശരിയായിട്ടെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഡുവാസി സാറ് ആരെ ഇടപെടാമെന്ന് വിളിക്കില്ല. ഇയാളുടെ പേരെന്താണ്? സുധീർ കുമാർ. നന്നായിരുന്നു കേട്ടോ, ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ അല്ലോ, വെരി ഗുഡ് എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു. എനിക്ക് പിന്നെ തിരിച്ച് മാലോചിച്ച് പോകണം, പൈസയില്ല, ഇവർ ഷോർട്ട് കഴിഞ്ഞപ്പോൾ കൊണ്ടുവിടത്തുമില്ല. പ്രൊഫസർ ഡോക്ടർ എസ് കെ നായർ താമസമുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ ശരത് ഉണ്ട്, എൻ്റെ ഫ്രണ്ടാണ്. അയാളുടെ വീട്ടിൽ ചെല്ലും. അവിടെ അയാളുടെ വീട്ടിൽ ചെന്ന് ചിലപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ 25 പൈസയ്ക്കോ 10 പൈസയ്ക്കുള്ളത് ചീട്ടുകളി കണ്ട അവിടെയൊക്കെ ഞാൻ വല്ലപ്പോഴും അവിടുന്ന് കഞ്ഞിയും പയറും ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളതാണ് അട്രാക്ഷൻ. അങ്ങനെ ഒരു ദിവസം അവിടെ ഇത് കഴിഞ്ഞിരിക്കുമ്പോൾ അവിടെ രവികുമാർ വന്നു, മരിച്ചുപോയ രവികുമാറായിട്ട്. ആ പുള്ളിയെ സംസാരിച്ച് എന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ പോണ വഴിക്ക് ഇയാൾ ഞാൻ വിടാം, സാന്ത്വനം വിടുന്നതിന് മുമ്പ് വിടാമെന്ന് പറഞ്ഞു. ഞാൻ ശരി, ഞാൻ പിന്നെ എനിക്ക് അപ്പോൾ 5 പൈസയോടെ കുറയും, 20 പൈസ എന്നുള്ള 15 പൈസ ഉണ്ടാവുള്ളൂ. അത് സന്തോഷം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതിന് ഞാൻ 1 രൂപ കടം വാങ്ങിച്ചത് ശരത്തിൻ്റെതാണ്. എന്നിട്ട് അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ ശരി അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു വന്നിറങ്ങുന്നു. സാക്ഷാൽ കമലഹാസൻ. ഞാൻ ഞെട്ടി. നല്ല സുന്ദരനായിട്ടൊരാൾ, നല്ല മലയാളത്തിലാണ് സംസാരിച്ചത്. സുധീർ കുമാർ ഇവിടെ പഠിച്ചത് ഓക്കെ, ഏത് കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആളായിട്ട് സംസാരിച്ചു. അതാണ് എൻ്റെ അന്നത്തെ ആ ദിവസം മോഹിനിയാട്ടത്തിൻ്റെ. അത് 1975. അങ്ങനെയാണ് ഇപ്പം ഇത് 50 വർഷമായിരിക്കുന്ന സംഭവം. പിന്നെ അന്ന് മലയാളത്തിൽ പടങ്ങളെ കഴിഞ്ഞും മലയാളത്തിൽ നിരന്തര വിശേഷ പടങ്ങൾ അത് ഇതെല്ലാം ഉണ്ട്. കുറേ നാൾ കഴിഞ്ഞ് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറ് അന്ന് വന്നപ്പോൾ എന്നെ നിഷ്കരണം ഇറക്കി വിട്ടല്ലോ, പിന്നെ എന്താണ് എന്നെ സാറ് അപ്പോഴേ എന്നെ വിളിക്കാൻ കാരണം? ഞാൻ ഹോട്ടലിലെത്തി അരമണിക്കൂർ കഴിഞ്ഞു. അത് എൻ്റെ ഭാര്യ മുകളിലത്തെ കട്ടൻ മാറ്റിയപ്പം താൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കരയുന്നതായിട്ട് കണ്ടു ഈ ആൽബം പിടിച്ചുകൊണ്ട്. എന്നിട്ട് എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു, അയാൾ പോകുന്നത് ഹോട്ടലിലേക്കായിരിക്കില്ല, ഏതെങ്കിലും സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിനിനൊപ്പം 2 കൊല്ലം പഠിച്ചിട്ട് വന്ന കുട്ടിയോടത്ത് ഇങ്ങനെയാണോ ചേട്ടാ സംസാരിക്കേണ്ടത്? ഭയങ്കര കഷ്ടമല്ല. പുള്ളി പറഞ്ഞു, ഞാൻ ഒന്ന് പേടിച്ചു, ഇനി ഇയാൾ ഇതുവല്ലം ചെയ്തല്ലോ, താൻ ചാവാതിരിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയ സീനാണ് പറഞ്ഞു. ശരിക്കും കരഞ്ഞിരുന്നോ? കരഞ്ഞു പോയില്ലേ? 2 കൊല്ലം പഠിച്ചത് ഗണപതിക്ക് ആദ്യമായിട്ട് കാണാൻ പോകുന്ന ആളെ തന്നെ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകത്തില്ലേ? വരെയും പിന്നെ അതിന് വേറെ ആളെ നോക്കണം, കടലിൽ ചേടാനാ മതി. ഞാനും KG കോമ്പിനേഷൻ കാണുന്നുണ്ട്. ഞങ്ങൾ 2 കൂടെ നടന്ന് അന്നും ഇന്നും സഹിക്കാൻ പറ്റാത്തതാണ് വിശപ്പ്. അപ്പം നടന്ന് ഈ പടിഞ്ഞാറക്കോട്ട ഒരു അരമന അമ്മ വീടെന്നുണ്ട്. ഇപ്പോൾ അത് മറ്റേ ഏതൊരു ഹോട്ടലാണ്. അത് അവിടെ കരിങ്കല്ലിൽ കുത്തി വലിയൊരു തൊട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാലില്ലാത്ത ഒരാൾ അവിടെ നിൽപ്പുണ്ട്.
അപ്പോൾ അവിടുന്ന് ഈ മീൻ വിൽക്കാൻ പോകുന്ന സ്ത്രീകളെല്ലാം വരുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഇളക്കി ഇങ്ങനെ ഓരോ ഗ്ലാസ് അത് ചങ്ങലയെ കൊളുത്തിയിട്ടുണ്ട് വേറൊരു ഗ്ലാസ് അതിൽ നിന്നാണ് എല്ലാവരും പൊക്കി കുടിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്കങ്ങ് വേർത്ത് വെയിൽ കൊണ്ട് ചൂട്. ഞാൻ പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പോലെ, പക്ഷേ ഒരു ചാൻസ് കൂടെ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അടുത്ത പ്രാവശ്യം ഇവിടെ വന്ന് വലിയ പാലത്തിൽ ചാടാം, അപ്പോൾ മോര് പിടിച്ചിട്ട് വീട്ടിൽ പോകുന്നത്. അങ്ങനെ ആദ്യത്തെ ആത്മഹത്യ സംഭവം പോയി പാളിപ്പോയി. പിന്നെ രണ്ടാമത്തത് ആത്മഹത്യയാണെന്ന് തോന്നിയില്ല. ഈ മോഹിനിയാട്ടം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് പിന്നെ ഒരു ബ്രേക്ക് വന്നത് എങ്ങനെയാണ്? ഈ മണിയൻപിള്ള വരെ എത്തുന്നതിന് മുന്നേ ഉള്ള സിനിമകളുണ്ടല്ലോ. ഉണ്ട്. ഞാൻ കുറേ നസീർ സാറ്, ജയൻ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടൊരു 10-38 സിനിമ അഭിനയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വിൻസെൻ്റ് മാഷെ കാണാൻ പോയി. വിൻസെൻ്റ് മാഷ അപ്പോൾ അന്ന് പുതുമങ്ങളെ വെച്ച് പടം എടുക്കുന്നു. അനാവരണം എന്നൊരു പടം എടുക്കുന്നുണ്ട്. സത്താർ എന്നുള്ള പുതിയ പയ്യനാണ് നായകൻ, UC കോളേജിൽ പഠിച്ചാണ്. അവിടെ ഒരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന അവിടെ പൊക്കളെ എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിയുടെ വീട്ടിൻ്റെ നടയിൽ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്ലേറ്റ് വിത്ത് ദോശ എൻ്റെ മൂക്കിൻ്റെ അടുത്തോടെ ഇങ്ങനെ പറന്നുപോയി. പിന്നെ അടുത്തൊരു ഗ്ലാസ്സും ഇങ്ങനെ പറന്നു വരുമ്പോൾ ഈ ചടപടാന്ന് ഇറങ്ങി വരാണ്. വിൻസെൻ്റ് സാർ ഭയങ്കര ദേഷ്യക്കാരൻ. വാടി വാൺ ഇങ്ങനെ ശബ്ദം, വാടി വാൺ ആക്ടിങ് ഗോ ടു ഹെൽ, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി കാറിൽ കയറിയൊക്കെ പോയി. അപ്പോൾ അത് ആ വഴിയാണ് പുള്ളി വൈഫുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങുന്ന സമയം. ഞാൻ ചെല്ലുന്ന സമയമൊക്കെ ബെസ്റ്റാണ്. അങ്ങനെ അവിടെ നിന്ന് പുള്ളി വൈഫുമായിട്ട് ഉടക്കി ഇറങ്ങുന്ന സമയത്താണ് ഞാൻ ചെന്നപ്പെട്ടത്. അപ്പോഴത്തേക്കും ആ ചാൻസ് പോയി. പിന്നെ ഞാൻ വിചാരിച്ചത് വേറൊരു വലിയ പ്രൊഡ്യൂസർ, ഭാര്യ വലിയ നടിയാണ് അന്നത്തൊക്കെ. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ തട്ടിയപ്പം ഗേറ്റ് മുകളിലത്തെ നിലയിൽ അദ്ദേഹം അപ്പം ഇങ്ങനെ വാതിലിങ്ങനെ ചെറുതായിട്ട് തുള്ളിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ബെല്ലില്ല, ഇപ്പം അതൊക്കെ ഇങ്ങനെ തള്ളിയപ്പോണ്ട് അദ്ദേഹം കുനിച്ച് നിർത്തി അവരെ ഇടിച്ചുകൊണ്ട് നിൽക്കുകയും വൈഫിനെ നിറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ്. അപ്പോൾ ഇടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പേടിച്ച് നോക്കുമ്പോൾ പുള്ളി ഓടി വന്നു. ഞാൻ സാറിങ്ങനെ പുതിയ പടം തുടങ്ങുമെന്ന് പറഞ്ഞിങ്ങനെ അതിലേക്ക് അതിലേക്കുള്ള എല്ലാവരുമായി അതിനൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി ഞാൻ കുറ്റിയിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ASA സാമ്യനുണ്ട്. അദ്ദേഹം ഗ്രേറ്റ് ഡയറക്ടർ. അന്ന് MGRനെയും ശിവാജി ഗണേശൻ സാറിനെ എല്ലാം വെച്ച് പടം എടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 4th അസിസ്റ്റൻ്റ് ആയിരുന്നു AB രാജ് സാർ. അപ്പം പുള്ളി എഴുതി സുധീർ കുമാർ നല്ല ആക്ടറാണ്, പ്രോമിസിങ് ആക്ടർ, കോമഡി ചെയ്യും, അതാണ് ഇതാണെന്ന് ലെറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് വിത്ത് ആൽബം അവിടെ ആൽബത്തിൽ നമ്മുടെ പെർഫോമൻസ് ഉള്ളൂ, ഇന്നത്തെ കാണിക്കാൻ വീഡിയോ ഒന്നുമില്ല. അങ്ങനെ അതിട്ട് പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പം ഒരു പെറ്റിക്കോട്ട് മാത്രം ഇടുന്നു, കുട്ടികളെ പെറ്റിക്കോട്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്നു. ഞാൻ ഇങ്ങനെ AB രാജ് സാറില്ലേ ബാ അവൻ ഞാൻ അങ്ങനെ വരാന്ത കയറിയും കൊച്ച് അകത്തോട്ട് കയറിയിട്ട് വാ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് എന്തിട്ട് നല്ല കൊള്ളാമല്ലോ. അകത്ത് വന്നിട്ട് ഒരു കർട്ടൻ ബെഡ്റൂമാണ്, അതിന് മാറിയിട്ടിട്ട് അപ്പാ എന്ന് വിളിക്കുന്നു. പുള്ളി നോക്കിയിട്ട് ഓ അറിയൂ വാടി വാ. ഞാൻ സാറിനെ കാണാൻ വരുന്നവരങ്ങ് ബെഡ്റൂമിനകത്താണ് കയറുന്നത്, ഇറങ്ങിക്കളോ വെളിയിൽ. ഞാൻ പതൊക്കെ വെളിയിറങ്ങി. അത് ഭയങ്കര മോശമായി. തിരിച്ച് പോകുന്നത് ഈ ആൽബമായിട്ട് പുറത്തിറങ്ങുമ്പം അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ AB രാജൻ്റെ വൈഫിൻ്റെ ബ്രദർ രാജൻ, അദ്ദേഹത്തെ ഞാൻ വഴിയിലൊക്കെ വെച്ച് കാണാം. അദ്ദേഹം എന്ത് പറ്റി വല്ലാതിരിക്കുന്നു മോഹം. ഞാൻ ഇങ്ങനെയാണ് സംഭവം, കത്ത് കൊടുക്കാൻ വന്നതാണ് സാറിങ്ങനെ ഇറങ്ങിപ്പോകാൻ പറയുന്നത്. 1 മിനിറ്റ് നിൽക്കുന്നു. അവൻ അകത്ത് നിന്ന് കത്ത് കൊടുത്തു. ഉടനെ പുള്ളി ഇറങ്ങി വന്നു. ASA സ്വാമി എന്ന് പറഞ്ഞാൽ എനിക്ക് ഗുരു തുല്യനാണ്, ദൈവമാണ്. അദ്ദേഹം ഒരു ലെറ്റർ നിങ്ങൾ തന്നിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അത് മോശമാകാൻ വഴിയില്ല. സോറി ചേട്ടാ, എനിക്കത് മോള് വിവരമെല്ലാം ചെയ്താനുണ്ട്. എന്തായാലും നല്ല സമയത്ത് തോന്നി. ഞാൻ ഇവിടെ ഒരു ശ്രീമന്തപുത്രൻ എന്നൊരു പടം തുടങ്ങുന്നുണ്ട് ഈ മാസം, സേലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ എന്തായാലും ഒരു ചെറിയ വേഷമുണ്ട്, വിശ്വസിക്കുന്നു. അത് കൺഫേമായി. അങ്ങനെയാണ് ശ്രീമന്തപുത്രന് പോകുന്നത്. ശ്രീമന്തപുത്രനെ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് ഞാൻ നസീർ സാറിനെ കാണുന്നത്. അപ്പോൾ ആരോ AB രാജ പരിചയപ്പെടുന്നത്. ഇത് സുധീർ കുമാർ നമ്മുടെ ASA സ്വാമി പരിചയപ്പെടണം. നസീർ സാർ എണീറ്റ് ശേഖരൻ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ. എണീറ്റ് ആയിരിക്കും എവിടെയാണ് വീട് എന്നുള്ളത്. അതിൽ ഞാൻ ഒരു മാല മോട്ടിച്ചിട്ട് നസീർ സാറാണ് മോട്ടിച്ചതെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പ് വെച്ച് ജോസ് പ്രകാശും എല്ലാവരും കൂടെ ചേർന്ന് ബെൽറ്റ് വെച്ച് പുള്ളി അടിക്കുന്നതാണ്. നസീർ സാറിന് അടി വാങ്ങിച്ചിട്ടുള്ള സീനാണ് ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ഈ നീണ്ടുപോകുന്ന വധമാകുന്നുണ്ട്. രാജു റഹി എന്നൊരു പടം, അതിനകത്ത് ഒന്നുപോലത്തെ 2 പേര്, കുട്ടപ്പൻ ചില്ലപ്പൻ, ഒന്ന് ബഹദൂർക്കെ ഒന്ന് ഞാനുമാണ്. 2 പേരും ഒരേ ഡ്രസ്സ്. അന്ന് ഈ നസീർ സാറിന് എന്താ കാലിൽ നഖത്തിൻ്റെ എന്തോ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ആ സോങ്ങൊക്കെ ഡാൻസ് ചെയ്യേണ്ടത് ഞാനും ഇതൊക്കെയാണ് സംഭവം. അന്ന് 250 രൂപയാണ് ആ പടം. അന്ന് 17-18 ദിവസം തീരുള്ളൂ, 6-7 ദിവസമുണ്ട്. അങ്ങനെ ആ പടം അഭിനയിക്കാൻ നേരത്ത് ഞാനിങ്ങനെ, എനിക്കിപ്പോഴും പറയാം, ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ബഹദൂർ സാറോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു പട്ടി ഒരു നെക്ലസ് കടിച്ചുകൊണ്ട് വരും. ഉടനെ ഞാൻ ആ നെക്ലസ് എടുത്തിട്ട് ഡയലോഗ് പറയണം. അപ്പോൾ അന്ന് ഫിലിമല്ലേ ഓടുന്നത്, ഒരു NG ടേക്ക് വന്ന എല്ലാവർക്കും വിഷമമാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ,
ഞാൻ നടന്നു പോകുന്നു. എനിക്ക് ഡയലോഗ് പറയുകയാണെങ്കിൽ മാല എടുക്കണമെങ്കിൽ പട്ടി വരണം. പട്ടി വന്നിട്ടില്ല. ഞാനിങ്ങനെ ആ ഒരു സെക്കൻഡ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിന്നപ്പോഴത്തേക്കും പട്ടി വന്നു. അപ്പോൾ ഞാൻ മാല എടുത്തു. അപ്പോൾ അത്രയും സമയമായിട്ട് ഡയലോഗ് പറയാത്തതുകൊണ്ട് ബഹദൂർ സാറ് തിരിഞ്ഞിട്ട് ഫാസ്റ്റ് ആ ഡോഗിനുള്ള കോമൺ സെൻസ് തനിക്കില്ലേ? ഇതിനകത്ത് ഫിലിമല്ലേ ഓടുന്നത്? ഇയാൾ പട്ടീനെ മാല എടുത്തിട്ട് ഇയാൾ ഡയലോഗ് പറയുന്നത് എന്താണ്? അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. അന്നും ഉണ്ടാകുന്ന അവിടെ നിന്ന് അങ്ങ് കരഞ്ഞു. എബിരാസർ വന്നിട്ട് നിന്ന് ശരിക്ക് വഴക്കുന്നു. നിങ്ങൾ എന്തോന്ന് കണ്ടു ബഹദൂറെ? ആ കുട്ടി നന്നായിട്ടാണ് ചെയ്തത്. ആ സമയത്ത് പട്ടി വരണ്ടേ? നെക്ലസ് കൊടുക്കാതെ അങ്ങനെ ഇങ്ങനെ ഡയലോഗ് പറയാൻ പറ്റും? മറ്റേ മറിച്ച് ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പെരുമാറും ബഹദൂർ. ഇതൊക്കെ വളരെ മോശമാണ്. അത് എനിക്കൊരു റിയാക്ഷൻ. ഞാൻ പിന്നെ മാറി നിന്നപ്പോഴത്തേക്കും പുള്ളി ബഹദൂർക്കൊക്കെ എന്നെ മനസ്സിലായി അത് കുറച്ച് കൂടിപ്പോയി. അങ്ങനെയൊക്കെ വിളിക്കാം ഒരാളിനെ. ഇവിടെയൊക്കെയാണെങ്കിൽ നമ്മൾ കല്ലെങ്കിലും ചെറുതിൽ വിടും. അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മാറി നിന്ന് പുള്ളി അടുത്ത് വന്നിട്ട് അല്ല ഞാനത് അറിഞ്ഞില്ല. പിന്നെ ഈ സുധീർ കുമാർ എന്നുള്ള പേര് വളരെ മോശമാണ്. ആ പേരുള്ളവരൊന്നും ഗുണം രക്ഷപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയത്തിലൊരാളുടെ പേര് പറഞ്ഞ് വേറൊരാളുടെ പേരൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തു. അങ്ങനെയാണ് ആ പടം. രാജു റഹീം 750 രൂപ വന്നു. പിന്നെ അന്ന് എന്നെ ആ സമയത്ത് ഉമാരാജിൽ ഈ കൊച്ചിൻ ഹനീഫ കാണാൻ വന്നിട്ട് ഞാൻ പരിചയപ്പെട്ടാണ് കുഞ്ചൻ. അപ്പോൾ കുഞ്ചൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, ഈ പറഞ്ഞ മാതിരി ഞാൻ ഒരു പടത്തിന് പോകുന്നുണ്ട് മൈസൂർ. അപ്പോൾ ഇവിടെ ഒരു RS പ്രഭുവിൻ്റെ പടത്തിൽ ജോലിക്കാരൻ്റെ വേഷമുണ്ട്, 100 രൂപ കിട്ടും. ഞാനാണെങ്കിൽ 150 രൂപ വരും. രാജു ആകുമ്പോൾ ഒരു പുതിയ പയ്യനാണ്ട് അങ്ങനെ 100 രൂപ തരത്തില്ല. അന്ന് 100 രൂപ വെച്ചാൽ ഒരു മാസത്തെ ചിലവ് നിൽക്കുന്ന പൈസ എന്ന് ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ ടിപ്സ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടി കൊടുക്കണം. ചുമ്മാ ഒരു ചായ കുടിക്കുക, അത് വേറെ. അന്നത്തെ കാലം അങ്ങനെയാണ്. പിന്നെ കുഞ്ചൻ പോയിട്ട് വരുമ്പോൾ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇതിനടുത്ത് രാജുവിന് പറ്റിയൊരു ടീഷർട്ട്, രാജു എന്നല്ല സുധീർ കുമാറിന് പറ്റിയൊരു ടീഷർട്ട് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരും. അന്ന് തൊട്ടുള്ളതാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ. ഈ രാജു എന്നുള്ളത് എന്നെ വീട്ടിൽ അമ്പലത്തിലിട്ട പേരാണ്. സുധീർ കുമാർ സർട്ടിഫിക്കറ്റ് നെയിമാണ്. ഈ മണിയൻപിള്ള കഴിഞ്ഞതിന് ശേഷം ഈ രാജു എന്നുള്ള പേരിൽ സിനിമയിൽ ഒരുപാട് പ്രൊഡക്ഷനുള്ളവരുണ്ട്, ഡ്രൈവേഴ്സുണ്ട്. പിന്നെ നടികളുടെ കൂടെയൊക്കെ ടച്ചപ്പിന് ഈ ട്രൈയായിട്ട് നടക്കുന്ന പയ്യന്മാരുണ്ട്. അവൻ്റെയൊക്കെ പേര് ചോദിച്ചാൽ രാജു എന്നായിരിക്കും. അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ചോദിക്കും, ഹലോ ഏത് രാജു? നമ്മുടെ മണിയൻപിള്ള. അങ്ങനെയാണ് പിൽക്കാലത്ത് മണിയൻപിള്ള രാജു എന്നായത്. ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ വിളിക്കുന്നത്? അതോ സുധീർ കുമാറിന് വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സുധീർ കുമാറിന് വിളിയേട്ടാ എനിക്കറിയാം. എൻ്റെ കൂടെ പഠിച്ച ആരാണ് ഞാൻ തിരിഞ്ഞു നോക്കും. ഇപ്പോഴും തിരിഞ്ഞു നോക്കും. പിന്നെ സുധീർ കുമാറിന് എൻ്റെ കൂടെ പഠിച്ചവരായിരിക്കും, അവർക്കെല്ലാം അറിയാമോ. ബാക്കിയുള്ളവരൊക്കെ മണിയൻപിള്ള എന്നുള്ള പേര് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. നല്ല മനസ്സിൽ ഏത് പേരാ സ്വയം ഇട്ടിരിക്കുന്ന ഒരു പേര് ഏതാണ്? രാജു എന്നുള്ള പേരാണ്. എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ രാജു. അമ്മ മാത്രം രാജു എന്ന് വിളിക്കും, ബാക്കിയെല്ലാം രാജു ക്ലാരിറ്റി വിളിക്കും. അതാണ് സംഭവം. അങ്ങനെ ഈ അപരാജിത എന്നൊരു പടം, അത് പാലും പഴുതിൻ്റെ റീമേക്ക് RS പ്രഭു സാറാണ് പ്രൊഡ്യൂസർ. അദ്ദേഹം ഇപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ 80 മദ്രാസ് മേലെ 96 വയസ്സ് പുള്ളി വന്നത്. അപ്പോൾ അതിനകത്ത് പാപ്പനംകോട് ലക്ഷ്മണൻ എഴുതിയ ആണ് സ്ക്രിപ്റ്റ്. അത് നല്ല സെൻസ് ഓഫ് ഹ്യൂമറുള്ളതാണ്, ഡ്രാമയെന്നൊക്കെ ഒന്നുമില്ല. അപ്പോൾ അതിനകത്തുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് സ്റ്റുഡിയോയിൽ എക്സ്റേ എടുക്കും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എക്സ്റേ എടുക്കും, അവരെ ഫോട്ടോ എടുക്കും. പക്ഷേ എക്സ്റേ കള്ളത്തിനാണ്. എന്നെ അകത്ത് കറുത്ത പെയിൻ്റ് അടിച്ച് നിർത്തിയിട്ടുണ്ട്, വെള്ള ചുണ്ണാമ്പൊക്കെ ഇട്ട് വരച്ചിങ്ങനെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ഇവിടെ കൈയിടാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ഈ കയ്യിലായിരുന്നു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നെഞ്ചിൻ്റെ. ഇത് രാവിലെ 9 മണിയോട്ട് ഇത് വരച്ച് നിൽക്കുക ഞാൻ. പിൽക്കാലത്താണെങ്കിൽ ഇതിന് ഡ്രസ്സൊക്കെ ഉണ്ട്, ഇതിൽ മനുഷ്യൻ്റെ സ്കെൽറ്റൻ്റെ. അന്ന് പെയിൻറ്റ് പഠിച്ചിട്ട് രാത്രി എൻ്റെ ശ്രീലത് ഇപ്പോൾ പറഞ്ഞു, ശ്രീലത് ചേച്ചി ഉണ്ടായിരുന്നു. രാത്രി 9 മണിക്ക് ഷൂട്ടിംഗ് പാക്കപ്പ് എല്ലാവരും പോയി. ഞാൻ എങ്ങനെ പോകാൻ പറ്റും? ഈ വേഷമില്ല സംഭവം. ആർക്കും അതിനകത്ത് നമ്മൾ ഒന്നും അല്ലല്ലോ. അങ്ങനെ തന്നെ സ്റ്റുഡിയോ ഒക്കെ കഴുകുന്ന ഒരു വാച്ചറാണ്. അവൻ ഈ സ്റ്റുഡിയോ ഫ്ലോറൊക്കെ കഴുകുന്ന ഫയർഫോഴ്സിൻ്റെ സാധനം വെച്ചിട്ട് അടിച്ച് കഴുകി കുളിപ്പിച്ച് വിട്ട്. ഞാൻ ആ സംഭവം ഇപ്പോൾ അതവിടെ പറയുകയും ചെയ്തു. അങ്ങനെ പിന്നെ അങ്ങനെ കൊച്ചു പടങ്ങളാണ്. അപ്പോൾ ഈ സിനിമയിൽ ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് മദ്രാസിൽ ഞാനൊന്നും അയ്യപ്പൻ കോവിലിൽ പോകും. ഇവിടെ മഹാലിംഗപുരത്ത് വേറൊന്നുമല്ല, അവിടെ അന്ന് ജയിച്ചതിനൊക്കെ ചെണ്ട വായിക്കാനൊക്കെ വരും. അവർ പാലിയം ഫാമിലിയാണ്. പാലിയം ഫാമിലിയാണ് എൻ്റെ രണ്ടാമത്തെ മോൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പാലിയം എടുത്ത് പറഞ്ഞത്. അവരുടെ അമ്മാവനൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഞാൻ പോകുന്നതിന് അട്രാക്ഷൻ തൊഴിണം ചാൻസ് കിട്ടുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അവിടെ 50 പൈസയ്ക്ക് പായസമുണ്ട്, 50 പൈസയ്ക്ക് വലിയ അടയുണ്ട്. അടയെന്ന് വെച്ചാൽ അകത്ത് തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് വലിയ സാധനം. അത് വാങ്ങിക്കാൻ ക്യൂ നിൽക്കുമ്പോൾ തന്നെ കൊതി വരും. അവിടെ പായസം, അവിടെ അടയല്ലേ, അവിടെ 2 അടയല്ലേ, ഇവിടെ ഒരു പായസം, അവിടെ എത്ര പായസം, ഇവിടെ അടയാണ്, അവിടെ പായസമാണ്. അയാൾ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ കൊതി വരും. ഇതിൽ ഒരെണ്ണം വാങ്ങിക്കാൻ, ഒരെണ്ണം കഴിച്ചാൽ ഇതാവും.
പിന്നെ ഈ ചന്ദ്രഭവനിൽ ആണ് അക്കൗണ്ട് എനിക്ക് തമ്പി കണ്ടെന്നാണ് ശരിയായത്. അപ്പോൾ അന്നത്തെ അപ്പോൾ വീട്ടിൽ നിന്ന് രക്ഷയില്ല. നടനാവുന്ന 2 കൊല്ലമായിട്ട് ഒന്നും ആയില്ല. ഇങ്ങനെ ചാൻസ് ഉണ്ട്, അഭിനയിക്കുന്നുണ്ട്. വീട്ടിലോട്ടൊരു പൈസ അയക്കേണ്ട കാര്യമില്ല. വലിയ ഗ്രൂപ്പാണെങ്കിൽ എന്നാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റേഷൻ കെട്ടായിരിക്കും. അപ്പോൾ എനിക്ക് വേറെ രീതിയില്ല. അതുകൊണ്ട് ഞാൻ 3 നേരം ഇഡ്ഡലി ആക്കിയത് ആ സമയത്തായിരുന്നു. എനിക്ക് സമയത്ത് കഴിച്ചേ പറ്റൂ, കഴിക്കാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ചന്ദ്രഭവൻ്റെ ഉടമസ്ഥാണെങ്കിൽ 3 പേരെ കുത്തിക്കൊന്ന ആളാണ്. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ അത് 3 പേരെ കുത്തിക്കൊന്നെന്ന് പറഞ്ഞാൽ കേസൊക്കെ നടക്കുന്നുണ്ട്. അയാൾ കണ്ടാലും നല്ല തടിച്ചിട്ട് വലിയ വിജയകാന്തിൻ്റെ കൂട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അവസാന സമയമായപ്പോൾ ഞാൻ ചാമരമൊക്കെ അഭിനയിച്ച് കഴിഞ്ഞു, വേദന പടമൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ ഒരു 130 രൂപയോളം കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു ചെറിയ പനി പോലെ വന്നു, കയ്യിൽ വന്നു, ഇത് വന്നു, ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ എനിക്ക് നമ്പിയായിട്ട് നിന്നുള്ള അയാൾ ഒരു 100 രൂപ വന്നു. അങ്ങനെ വന്ന് എന്നെ ട്രെയിനിൽ കയറ്റി വിട്ടു. ട്രെയിനിൽ കയറിയപ്പോൾ ഇത് കൂടി ഞാൻ മോളത്തെ പുറത്ത് കയറുന്ന ഒരു തോർത്ത് കൊണ്ട് ഇങ്ങനെ കൈയൊക്കെ മൂടി ഇറങ്ങിയതില്ല. ട്രിവാൻഡ്രം എത്തിയപ്പം TT ഇറങ്ങും ട്രിവാൻഡ്രം സ്റ്റേഷനായിരുന്നു പറഞ്ഞു. ചെന്നൈയിൽ നിന്ന് ഇങ്ങനെ കൈ കാണിച്ച് കൈ മുഴുവൻ ഒരുക്കാണ്. ഓക്കെ, അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് അയാൾ ആ പെട്ടിയെടുത്ത് TT എൻ്റെ മോൻ പോലും പറഞ്ഞില്ല, എടുത്ത് വെളിയിൽ വെച്ച് ഞാനത് കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അനിയൻ വന്ന് വാതിലോക്കണം. എന്ത് പറ്റി? ഞാൻ ചിക്കൻ പറഞ്ഞു. അയ്യോ, അവൻ മതിലാടി ഓടി പേടിച്ചിട്ട്. പക്ഷേ എനിക്കൊരു ഉപകാരമുണ്ടായി, എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. അമ്മയ്ക്ക് അങ്ങനെ മറ്റേ സ്ഥലം മോൻ കൊണ്ടുവന്ന് ഇതൊക്കെ കൊടുത്തു അവർക്ക്. അപ്പോഴാണ് ഞാൻ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ബാലചന്ദ്രമേനോൻ അവിടെ താമസമുണ്ട്. മഹാലിംഗപുരത്തിൽ അമ്പലത്തിൽ പോണ വഴിക്ക് പുള്ളി അവിടെ വരുന്നത്. അയാളും മരിച്ചുപോയി. രാജശങ്കരാടി, ഗോപി 3 പേര് താമസം. അവിടെ ചെല്ലും പുള്ളി ഒരു 200 പേജ് ബുക്കിൽ ഒരു കഥ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പരമു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വരുന്ന കത്തൊക്കെ കാണി. പുള്ളി പറഞ്ഞു, നല്ല കോൺഫിഡൻസാണ് പുള്ളിക്ക് അന്നും ഭയങ്കരമായിട്ട്. പുള്ളി പറഞ്ഞു, ഇത് ഞാൻ സിനിമയാക്കും, എൻ്റെ പരമു നീയായിരിക്കും പരമുമായിട്ട് അഭിനയിക്കുന്നത്. നമ്മൾ ശരിയാവട്ടെ. അങ്ങനെയാണ് പുള്ളി ഉത്തരാരാത്രി പടം ചെയ്തപ്പം ഒരു പൊട്ടൻ്റെ വേഷമാണ്. അപ്പോൾ കംപ്ലീറ്റ് ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞു. ദേഹം ശരീരത്തിൽ രോമമൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാം ഷേവ് ചെയ്തു. അതിനുശേഷമാണ് പിന്നെ ഞാൻ രോമാവൃതനായി തുടങ്ങിയത്. അത് ഷേവ് ചെയ്തു. അതിനകത്ത് 2 സീനൊക്കെ ഉള്ളൂ. അതിന് മേനോൻ പെട്ടെന്ന് ടോപ്പിലെത്തി. എന്നെ ഒന്നും വിളിച്ചില്ല. 3, 4, 5 പടമൊക്കെ. അപ്പോഴത്തേക്ക് ഞാൻ ഈ ചിക്കൻ ബോക്സായിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ ചാമരം ഉണ്ടായിരുന്നു ലാസ്റ്റ് പടം. അതെല്ലാം കഴിഞ്ഞ് വന്ന് ട്രിവാൻഡ്രത്തിൽ സ്ക്രീൻ പ്രിൻറ്റിങ് തുടങ്ങി. ഞാനുണ്ട് ചെന്നൈ പോയില്ല. തിരിച്ച് വന്നൊരു സ്ക്രീൻ പ്രിൻറ്റിങ് തുടങ്ങി. ഇങ്ങനെ സ്ക്രീനിൽ പെയിൻറ്റ് വെച്ച് ചെയ്യുന്നില്ലേ, കെൽട്രോണിൻ്റെ റേഡിയോ ഡ്രം അത് ഇതൊക്കെ. അത് ഞാൻ തമിഴ്നാട്ടിൽ മധുരയിൽ എവിടെ ഒരുത്തിനെ വിളിച്ചുകൊണ്ടിരുന്നു. അവനെ സൽക്കരിച്ച് അവന് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പൈസ കൊടുത്ത് അവൻ്റെ ജോലി പഠിച്ചെടുത്ത് ഞാൻ എൻ്റെ അനിയന്മാർ പഠിച്ച് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് മധുരയ്ക്ക് വിട്ടു. എന്നിട്ട് നമ്മളിത് ചെയ്തോളെ. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഡോറ് വന്നു. ബാലേന്ദ്രനെ കയറി വരുന്നു. ഞാനിങ്ങനെ പെയിൻറ്റ് തേച്ചുകൊണ്ടിരിക്കുന്നു. സ്ക്രീനിൽ വലിയ ആളാകാൻ വന്നാണ്. ഇപ്പോൾ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ ഒതുങ്ങി. നീ ഇങ്ങനെ ഇരിക്കേണ്ട നല്ലടാ. ശരി, പുള്ളി അങ്ങ് പോയി. അത് ഉപേക്ഷിച്ചില്ല. ഞാൻ ഇങ്ങനെ എൻ്റെ കൂടെ നടക്കുന്നിട്ട് വരും, നോക്കിക്കോട്ടെ ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പോസ്റ്റർ വരും ഈ മതിൽ, ഈ ചെവിരിൽ അല്ലെങ്കിൽ ഈ മരത്തിൽ വരുന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക്, നേരത്തെ ഉറങ്ങും 9 മണിക്ക് ഉറങ്ങുമ്പോൾ, ഹരികുമാർ എന്നൊരു സൗണ്ട് റെക്കോർഡിസ്റ്റ് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ഷൂട്ടിൽ. പുള്ളിയാണ് നാഷണൽ അവാർഡ്, എന്നെ അടുത്ത് കോലേഷൻ സാറിൻ്റെ പടങ്ങളിൽ അവർ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. 6-7 സ്റ്റേറ്റ് അവാർഡുണ്ട്. പുള്ളി ഒന്ന് വിളിച്ചു അവടെ രാജയോടെ തൊട്ട് അമ്മ പറഞ്ഞു ഉറങ്ങിയാണ്. അത് വിളിക്കാൻ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, ബാലേന്ദ്രനെ കീർത്തിയിലുണ്ട്, നിന്നെ ഒന്ന് കാണാമെന്ന് വെച്ചാൽ. നമ്മൾ എനിക്ക് അവരൊക്കെ വലിയ ആൾക്കാർ. നമ്മൾ ഈ രാത്രി പോയിട്ട് ഞാൻ ചെറിയ രീതിയിൽ മോണാക്റ്റീവ് മിമിക്രി കാണിക്കുന്ന ആൾക്കാരായിരുന്നു, തമാശയ്ക്ക് വിളിക്കുന്നത്. അത് നീ എനിക്ക് വലിയൊന്നായാലും നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ മുഖം കഴുകി അവിടെ ചെന്നു. പുള്ളിയുടെ മുറി കയറിയപ്പം പുള്ളി അകത്തോട്ട് നോക്കി വിളിച്ചോണ്ട്, പീറ്റർ സാറേ നമ്മുടെ നായകൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഊതാൻ വിളിച്ചതാണ്, കളിയാക്കാൻ വിളിച്ചതന്നെ. എന്നെ പോലെ ഇതിനെ കണ്ടത് അങ്ങനെ തോന്നും. ഞാൻ കഴിയുമ്പോഴത്തേക്കും ആ പീറ്റർ സാറ് തല കുറയ്ക്കേണ്ടി വരുന്നത് സുധീർ കുമാറല്ലേ. അതെ. അപ്പോൾ പറയും ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ജയനൊക്കെ മരിച്ചു നിൽക്കുന്ന ഒരു സമയമാണത്, 80s ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ആ സിനിമ എടുക്കുന്നത്, പരമു. എൻ്റെ പേര് മണിയമ്പിള്ള എന്നാണ്. അഥവാ മണിയമ്പിള്ള എന്ന് ചേർത്തത് ബാലേന്ദ്രനാണ്. വേണു നാഗോളിയൊക്കെ ഡിസ്കസ് ചെയ്ത്. ശരിക്കും ഒരാളുണ്ട്, ഗോപാലി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അമ്പലപ്പുഴ. അയാൾ എങ്ങനെയാണ് നടക്കുന്നത്, അയാൾ എങ്ങനെയാണ് ഡയലോഗ് പറയുന്നതൊക്കെ മേൻ എന്നെ പഠിപ്പിച്ചു. മേനെ ഞാനുള്ള മുമ്പുള്ള പരിചയം ചെയ്യാൻ ആളിൻ്റെ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഞാൻ മത്സരിക്കുമായിരുന്നു മോണാക്ടിനൊക്കെ. അപ്പോൾ മിക്കവാറും ബാലേന്ദ്രൻ ഫസ്റ്റ് പ്രൈസും എനിക്ക് 3rd പ്രൈസും ആയിരിക്കും.
അല്ലെങ്കിൽ ബാലചന്ദ്രൻ്റെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് സെക്കൻഡ്. അങ്ങനെ 2 വർഷം പോയിട്ട് അന്ന് തൊട്ടുള്ള പരിചയമാണ് എന്നെ മഹാലിംഗപുരത്ത് പുള്ളിൻ്റെ അവിടെ കൊണ്ട്. അങ്ങനെ ഈ മണിയമ്പിള്ള വന്നതാണ് എൻ്റെ ഒരു റീഇൻകാർണേഷൻ, എന്താ പറയുക, ഒരു ഉയർത്ത എഴുന്നേൽപ്പ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പടം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. ഇങ്ങനെ എത്തി പോറടിക്കാം മതിയായി. ഇല്ല, ഭീം തിരികിടതോം അതാണ് മോഹൻലാൽ അഭിനയിക്കാനായിട്ട്. എന്തോ മോഹൻലാലുമായി കണക്ട് അങ്ങനെയല്ല, മോഹൻലാലിന് ഡേറ്റ് നോക്കിയപ്പോൾ ഇല്ല, ആനന്ദൻ്റെ പടം എടുക്കാം. അപ്പം പ്രിയം പറഞ്ഞു നമുക്ക് ഇവനെ വെച്ചൊരു പടം എടുക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ വെച്ച് പ്ലാൻ ചെയ്ത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി. ആ 10 ദിവസമുള്ളപ്പോൾ മോഹൻലാലിൻ്റെ ആ പടം ക്യാൻസലായി. അപ്പോൾ അവിടുന്ന് വിളി വന്നിങ്ങനെ ലാലിൻ്റെ ഡേറ്റ് ക്യാൻസലായി ആ പടത്തിൻ്റെ. ഇങ്ങനെ 30 അന്ന് 25 ദിവസം വരും, 25 ദിവസം ചെയ്യാൻ പറ്റുന്നു. ഉടനെ ഇവർ മോഹൻലാലിനെ വെച്ച് ആലോചിച്ചു. മോഹൻലാൽ അറിഞ്ഞു എന്നെ വെച്ചാണ് ഇത്. മോഹൻലാൽ പറഞ്ഞു ഇങ്ങനെ രാജിച്ചേട്ടനെ വെച്ച് പ്ലാൻ ചെയ്തല്ലേ, ഞാൻ ഈ ദിവസം ഫ്രീ ആയിട്ടിരിക്കും, പക്ഷേ ആ പടത്തിൽ അഭിനയിക്കാൻ വരും. അവിടെ അവിടുത്തെ ആ പടം മുടക്കിയിട്ട് ഞാൻ അഭിനയിക്കില്ല, പുള്ളി അഭിനയിക്കട്ടെന്നാണ്. അങ്ങനെ മോഹൻലാൽ സിനിമയിൽ അങ്ങനെയില്ല, മോഹൻലാൽ മാറി നിന്ന് എനിക്ക് വേണ്ടി. അതാണ് അക്കാര്യം തരുന്നത്. നല്ല സിനിമയായിരുന്നു അത്. ഈ ലാലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ലാലുമായിട്ടുള്ള ഒരു സ്കൂൾ കാലം മുതലുള്ള ഒരു പരിചയം എങ്ങനെയാണ് ലാലിലെ ജൂനിയറായിട്ട് പഠിക്കുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, മോഡൽ സ്കൂളിൽ 3 കൊല്ലം ബെസ്റ്റ് ആക്ടറായി, ആർട്സ് ക്ലബ് സെക്രട്ടറി, 10th പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് PDC ചേർന്നു. അപ്പോഴത്തേക്കും മോഹൻലാലും ഒരു 6-7 കുട്ടികളും കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു നാടകം അഭിനയിക്കണം, ഞങ്ങളാരും അഭിനയിച്ചിട്ടില്ല, എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ ആഗ്രഹമാണ്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ നവയുഗം എന്നുള്ള അന്ന് ഉണ്ടായിരുന്നൊരു മാഗസീനിൽ സീരിയലൈസ് ചെയ്യുന്ന വേളൂർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ കമ്പ്യൂട്ടർ ബോയ് നാടകമാണ്. ഞാൻ നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാനിത് അവരെ പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ നിന്ന് അന്ന് 3 രൂപ ചെന്തോ മേടിച്ചെന്നാണ്. ആ പൈസയ്ക്ക് മെറ്റീരിയൽസ് വാങ്ങിച്ചു. ഒരു ഫുൾ 90 വയസ്സാകണം. അപ്പോൾ സാധാരണ യൂത്ത് ഹോസ്റ്റലിന് 10th ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിനാണ് പ്രിഫറൻസ് ഉള്ളത്. ഇത് മോഹൻലാൽ 6ാം ക്ലാസ്സാണ്. ആ നാടകത്തിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്ന് ഞാൻ ഓടിക്കളഞ്ഞു നമ്മുടെ സ്കൂളിൽ നിന്ന്. കാര്യം സീനിയേഴ്സ് പിള്ളേർ വിടത്തില്ല. മോഹൻലാലിൻ്റെ ബെസ്റ്റ് ആക്ടർ ആ നാടകത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ്. മോഹൻലാൽ എപ്പോഴും പറയും അത് ചേട്ടൻ്റെ കൈപുണ്യമാണ് ഞാൻ ഇന്നറിയതായത്. ഞാൻ ഒരിക്കലുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ബാക്കി 7 പേര് എന്തുകൊണ്ടാണ് ഒരു റേഡിയോ നാടകത്തിൽ പോലും അഭിനയിക്കാത്തത്? എൻ്റെ കൈപുണ്യമല്ലേ, ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. ബട്ട് മോഹൻലാൽ എന്താ പറയുക, നമ്മൾ നിൽക്കുമ്പോൾ അയാളുടെ ബാക്കിലൊരു ഹാലോ ഉണ്ട്, അങ്ങനെ ഒരു പൊസിഷനിലാണ്. അത് ഒരു ഈശ്വരൻ്റെ പ്രത്യേക ഗിഫ്റ്റാണ് പുള്ളി. മോഹൻലാലിനെ അന്ന് അഭിനയിപ്പിക്കുമ്പോൾ തന്നെ തങ്ങൾക്ക് തോന്നി ഇദ്ദേഹത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, ഇദ്ദേഹത്തിന് മലയാള സിനിമയിൽ വളർന്നു വരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന്? അതൊന്നും അറിഞ്ഞൂടാ, എനിക്ക് എങ്ങനെയാണെന്നേ ഉള്ളൂ. ബാക്കി ആരും വരുന്നൊന്നും തന്നെയാണ് സംഭവം. ഇവരെ പഠിപ്പിച്ചപ്പോൾ അന്നും മോഹൻലാലിനുള്ള ഗുണം ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഒരു 10 പേജ് ഡയലോഗ് മോഹൻലാലിൻ്റെ കൊടുത്ത മോഹൻലാൽ എടുക്കാം. എനിക്കാണങ്ങനെ 10 പേരുടെ ഡയലോഗ് ഒറ്റ ഷോട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ട് വീട്ടിൽ പോകും. അത് പറ്റില്ല. അതൊരു ഭയങ്കര ഒരു ഗ്രാസ്പിംഗ് പവറാണ്. ഏതാണ് ഈ ഡയലോഗ് മേക്കപ്പ് ചെയ്യാന്ന് പറയില്ലേ, എല്ലാവരും. പഴയ തെക്കുറിച്ചേട്ടനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനുള്ളതിൽ പൃഥ്വിരാജ് ആ കാര്യത്തിൽ മിടുക്കനാണ്. സിദ്ദിഖ് ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. അതിനകത്ത് കോംപ്ലിക്കേറ്റ് ഇംഗ്ലീഷ് വാക്കുകൾ ഈ ശശി തരൂർ സാറ് പറയുന്ന ഒരു ഘടകെട്ടിയൊക്കെ ഉണ്ടെങ്കിലും പറയും. ഇവരെല്ലാവരും പറയും. അതൊരു പ്രത്യേക നേച്ചറാണെന്നാണ് എനിക്ക് കാണാതെ പഠിക്കാൻ അറിയുന്നെങ്കിൽ നമ്മൾ പഠിച്ച് IAS എടുക്കില്ലായിരുന്നു അല്ലേ? അല്ല, ഇവരത്രയും ഞാൻ പറഞ്ഞു മിടുക്കുണ്ട്. എന്തെങ്കിലും ഇല്ലാതെ ഒരാൾ എവിടെയെങ്കിലും എത്തില്ലല്ലോ. ആ സമയത്ത് പ്രോംപ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഏത് ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അപ്പം ചില ഡയറക്ടേഴ്സിന് ഒന്നും ഇഷ്ടമില്ല. പക്ഷേ എന്നാലും ഈ ഫിലിമിന് വില കൂടുതലുള്ളതുകൊണ്ട് ചിലരൊക്കെ സമ്മതിക്കും. പിന്നെ ഞാനൊക്കെ അന്ന് അഭിനയിക്കുന്ന ശശികുമാർ സാറ്, ജയൻ, മറ്റേ സോമേട്ടൻ, ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പം പ്രോംപ്റ്റിങ്ങില്ല, ഡയറക്റ്റ് റെക്കോർഡിങ്ങാണ്. ബൂമിൽ മൈക്ക് വെച്ചിട്ട് സിനിമ. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ആക്ട്രസ് ജയഭാരതിയാണ്. അത് നമ്മൾ ആ മുരുകാലൻ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ജയഭാരതി ഇരിക്കുമ്പോഴത്തേക്കും അവരൊക്കെ ഒരു ദിവസം 3 പടം അഭിനയിക്കുകയാണ്. രാവിലെ എന്താ പറയുക 8:30 to 1, 2 to 5, 6 to 12 അങ്ങനെ 3 പടമാണ് അഭിനയിക്കുന്നത്. ഒരു പടത്തിന് 10 ദിവസം 12 ദിവസമാണ് ഇവരെല്ലാം മൊത്തത്തിൽ എടുക്കുന്നത്. അപ്പം ഞാൻ അവിടെ അവിടെ ഇരിക്കുമ്പം ജയഭാരതി വന്നു. അപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒന്നുമില്ല, ശരി ഡയലോഗ് ഇന്ന് വായിക്കും. അവർക്ക് മലയാളം വായിക്കാൻ അറിയില്ല, ഇന്നും എഴുതാനും വായിക്കാൻ അറിയില്ല. അവർ തമിഴാണ് ജയഭാരതി. അപ്പം ഇയാൾ അവൻ ഡയലോഗ് വായിക്കും. അമ്മ അത് സ്ലൈഡ് കൊടുക്കമ്മ, എന്താ പേന നീ നിർത്താതെ, നീ പഠിച്ചിട്ടേ, നീ വായിച്ചുകൊണ്ടിരിക്കുക, ഞാൻ കേൾക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആ സ്ലൈഡ് എടുക്കുക, ആ ലിഫ്റ്റിക്ക് വെച്ച് എടുത്തിട്ട് அந்த ഡ്രസ്സ് എടുത്ത് വെച്ച് എന്ത് തറവാട്, പുന്നമുട്ടിൽ തറവാട് അല്ലേ, ഓക്കെ അന്നേട് ചീപ്പട് നീ വായിച്ചോ. മേക്കപ്പ് ചെയ്ത് ഞാൻ ഇവരെന്തൊരു കേരള സാറിന്, ഇവർക്ക് ആക്ടിങ്ങിൻ്റെ അടുത്തൊരു പാഷൻ ഇല്ലേ. ശശികുമാർ സാറിൻ്റെ അടുത്ത് നമ്മൾ ശശികുമാർ സാർ പറഞ്ഞു 12 മണിക്ക് പോകണ്ടേ, നമുക്ക് റിഹേഴ്സൽ നോക്കാം. അയ്യോ സാർ ടൈമില്ല സാർ, ടൈമില്ല, നമുക്ക് ടേക്ക് എടുക്കാം. ഇതിനകത്ത് ഫിലിം മോഡൽ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ
അവൻ പറഞ്ഞ ആ ഒരു 1.5 പേജ് ഡയലോഗ് ഉണ്ടല്ലോ, വിത്ത് എമോഷൻ, കരേൻ്റെ അടുത്ത് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പുല്ലുമല്ല പുട്ടുമല്ല അഭിനയിച്ചിട്ട് അവർ. അപ്പോൾ ഞാൻ ആലോചിക്കണം അവൻ്റെ ഒരു സംഭവങ്ങൾ പെട്ടെന്ന് പഠിച്ചു ഭാഷകാരനോട് തരണം. നമ്മൾ അതൊരു പ്രത്യേക സംഭവമാണ്. ഇങ്ങനെ ഒരു ഈ ഒരു ഹാർഡ് ഡിസ്കിൽ പടകയുന്ന റെക്കോർഡാവുന്നില്ലേ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ജയൻ്റെ കാര്യം ഓർമ്മിക്കാം, മരിച്ച കാര്യം. മറ്റൊരു കാരണം എന്നുള്ള പടത്തിന് ആന്ധ്രപ്രദേശ് എസ്റ്റേറ്റാണ്, പുനലൂർ ഒരു എസ്റ്റേറ്റിലാണ്. അതൊരു മുറിയിൽ ഞാനും കുഞ്ചനും അവർ തന്നാണ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് 3 ബെഡ്റൂം. ഞാനും കുഞ്ചനുണ്ട്, ഒന്നിൽ സോമേട്ടനുണ്ട്, ജയൻ അവിടെ റൂം പറഞ്ഞിരിക്കുന്നത്, പിന്നെ മാധവി അവിടെ താമസം. ഭയങ്കര ഇടിയും മിന്നലുള്ള മഴയുള്ള രാത്രിയിൽ മുറിയിൽ തട്ട് വരുന്നു, ടക്ക്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ ആരും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ജയൻ പ്രത്യക്ഷപ്പെടുന്നു. വിത്ത് മറ്റേ ഓവർകോട്ട്, ഇതുവരെയുള്ള ഗം പൂട്ട്, ലെതർ ബൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ചേട്ടാ ഈ സമയത്ത് കണ്ണപ്പുറം കഴിഞ്ഞ് വരുന്നു. എനിക്കിവിടെ റൂം പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല, പ്രൊഡക്ഷൻ മാനേജറൊക്കെ താഴെയാണ്. ഈ രാത്രി വിരോധമില്ലെങ്കിൽ ഇവിടെ ഒരു കട്ടിലുണ്ടെന്നാണ്. അത്ര ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക്. പിന്നെ പുള്ളി എസ്റ്റേറ്റ് കിടന്ന് ഉറങ്ങേണ്ടി വരും, വഴിയില്ല. പുള്ളി നേരെ ഒന്നും ഡ്രസ്സൊന്നും ആവശ്യമില്ല, ഗംബൂട്ടിൽ വയ്ക്കാതെ അപ്പുറത്തെ കട്ടിൽ കയറി. ഈ സമയത്ത് ആ എസ്റ്റേറ്റിൽ പൊതു ശല്യം ഉണ്ടായിരുന്നത് വണ്ടുണ്ട്, ചെറിയ വണ്ട്, അതിൻ്റെ ചെവിക്കകത്ത് കയറി. എനിക്കാണെങ്കിൽ പേടി, ഇത് ചെവിക്കകത്തോട്ടും പോകുന്നു പുറത്തോട്ടും വരുന്നില്ല. ഞാനിരുന്ന് കരയുന്നു, കുഞ്ചിന് വേണ്ടിയിട്ടിരുന്ന് എന്ത് ചെയ്യാൻ ജയൻ ഒന്ന് ഉണർന്നു. എന്ത് പറ്റിയപ്പം സുധീകുമാറിൻ്റെ ചെവിയിൽ വണ്ട് കയറി. ആ ഒരു മുതലേക്കാണെങ്കിൽ പുള്ളി നോക്കിയില്ല, പുള്ളി അപ്പോൾ തിരിഞ്ഞ് കിടന്നു വണ്ടായതുകൊണ്ട്. പിന്നെ ഞാൻ കുഞ്ഞിൻ്റെ തോന്നി കുറച്ച് വെളിച്ചെണ്ണ അവിടെ ഉണ്ടല്ലോ കുളിക്കാനൊക്കെ ഉണ്ട്, അത് ചെവിയിലോട്ട് ഒഴിച്ചിട്ട് പിടിച്ചപ്പോൾ അത് പോയി. പിറ്റേന്നാണ് പറയുന്നത് അവിടെ റബ്ബർ എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ ചെവി കയറുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇത് അകത്തോട്ട് ഉപദ്രവിച്ച് പോകത്തുള്ളൂ. ഹോസ്പിറ്റലിൽ പോകുക, അതിനൊരു ചവണ പോകാൻ ഒരു സ്ഥലമുണ്ട്, അത് വെച്ച് എടുക്കത്തേ ഉള്ളൂ. പിന്നെ ആ പടത്തിൻ്റെ സെറ്റിൽ എല്ലാവരും ചെവി ഭംഗി വെച്ചുകൊണ്ടാണ് നടന്നത്. നോക്കുകയല്ല ചെവി. ഇങ്ങനെ കുറേ രസകരമായ സംഭവമുണ്ട്. മോഹൻലാലിനെ കുറിച്ചുള്ള ഇത് മെമ്മറി പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞുള്ള ഈ 50 years'ുള്ളൊരു അദ്ദേഹം അല്ല കൊണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഹലോ മൈ റോങ് നമ്പറിൽ ഒരു മാഗസിൻ 400 അടിയാണ്, 4 മിനിറ്റോളം പോകുന്നതിന് ജഗതിയെടുത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ക്യാമറ സ്റ്റഡി ആയിട്ടിരിക്കും, ഓഡിയോ ജഗതിയെടുത്ത് പറയും, അപ്പുറത്ത് പറയും, ഇപ്പുറത്ത് ഇങ്ങനെ ഓടി പട 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 എന്ന ഒരു ഫുൾ കാര്യങ്ങൾ പുള്ളി ഒരു കഥ പറയുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ മിസ്റ്റേക്ക് ഓക്കെയാണ്. മുലയിലെന്തോ കൈയെടുത്തോ ഒന്നും ഒരു ഇടി എന്തോ മൂക്കിലെന്തോ കൊണ്ട് ജഗതി, പക്ഷേ ജഗതി അത് എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഡബ്ബിങ്ങിന് വന്നപ്പോഴത്തേക്കും മോഹൻലാൽ ഡബ് ചെയ്തു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചോദിച്ചില്ല, പിക്ചർ കാണിക്കില്ല, തിരിഞ്ഞ് നിന്നിട്ട് ഈ പറഞ്ഞ ഡയലോഗ് മുഴുവൻ പറയാമോ, 2 മാസം മുമ്പ് ഷൂട്ട് ചെയ്യല്ലേ, പറയാൻ പറ്റുമോ? അതിനെന്താ എടി പറഞ്ഞു വിടാൻ പറഞ്ഞു. പുള്ളി അത്രയും ഡയലോഗ് കാര്യങ്ങൾ എങ്ങും നോക്കാതെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ല, 2 മാസം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഡബ് ചെയ്തു പുള്ളി. ഇനി നമ്മൾ പിക്ചറില്ല ഇല്ലാതെ അങ്ങോട്ട് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു, റെഡി എന്ന് പറഞ്ഞു. പുള്ളി പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു. പുള്ളി ഡബിങ് ഫാസ്റ്റാണ്, ഒരു പ്രാവശ്യം നോക്കും ഒരു പ്രാവശ്യം നോക്കും ടേക്ക്. ജഗതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ജഗതിയുടെ ഒരു ആബ്സെൻസ് മലയാള സിനിമയിൽ ഇപ്പോൾ എത്രത്തോളം ഫീൽ ചെയ്യും? ആബ്സെൻസ് ഉണ്ട്. ഞാൻ പറയും ഒരാൾക്ക് ഈ പറഞ്ഞ മാതിരി ഞാൻ മോഡൽ സ്കൂളിൽ പഠിക്കുമ്പം എന്തുകൊണ്ട് നടനായി എങ്ങനെ നടനായി എന്നാൽ ജഗതി ശ്രീകുമാറിൻ്റെ നാടകങ്ങൾ കാണാനിടയായി. എന്നെക്കാളും 5-6 വർഷം സീനിയറാണ്. പക്ഷേ ഓൾഡ് ബോയ്സ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലുള്ള അപ്പോൾ സെലിബ്രേഷന് ഒരു 1 hour 2 hour ഡ്രാമ അവതരിപ്പിക്കാണ്ട് ജഗതി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാരെ ചിരിയും ബഹളവും കൈയടിഞ്ഞ് അത് എന്തൊരു ആരാധനയാണ്. എനിക്കിതുപോലെ ആവണം, ജഗതിക്ക് ഇങ്ങനെ കിട്ടുന്നില്ല അംഗീകാരം കൈയടിയൊക്കെ, എനിക്കിതുപോലെ. അങ്ങനെ ജഗതി ശ്രീകുമാറാണ് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് സ്പാർക്ക്. ആക്ടർ ആവണം എന്നുള്ള വഴിയിലോട്ട് തിരിച്ച് വിട്ടത് അതാണ്, അദ്ദേഹത്തിൻ്റെ അഭിനയമാണ് സംഭവം. ഞങ്ങൾ എത്രയോ സിനിമകളിൽ അഭിനയിച്ചു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളിലുണ്ട്, എല്ലാം ഉണ്ട് പുള്ളി. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പം വയ്യാതായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും, അസുഖം ആർക്കും വരാമല്ലോ, എനിക്ക് വന്നില്ലേ. ഈ പ്രൊഡക്ഷനിലേക്ക് വന്നത് എങ്ങനെയാണ്? അങ്ങനെയല്ല, ഹലോ മീയുടെ റോങ് നമ്പർ എന്നുള്ള പടത്തിൻ്റെ സമയത്ത് പ്രിയം പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടെ ഞാനൊരു പടം എടുക്കാം. ഞാൻ പറഞ്ഞു ശരിയാക്കാം, നീ നിനക്ക് ധൈര്യമുണ്ടോ? ഞാൻ പറഞ്ഞു പിന്നെന്താ, ഞാനൊക്കെയാണ്. നീ നല്ല കോർഡിനേറ്ററാണ്, അതുകൊണ്ട് നീ ചെയ്യുന്നത്. അങ്ങനെയാണ് പ്രിയനും ഞാനും മോഹൻലാലും ശ്രീനിവാസനും ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പടം തുടങ്ങുന്നത്. ആ പടം അന്നത്തെ കാലത്ത് ഞങ്ങളാരും റെമ്യൂണറേഷൻ എടുത്തിട്ടില്ല, ഞങ്ങളെല്ലാം കയ്യിൽ നിന്ന് 25,000 രൂപ വെച്ച് കിട്ടും. ആ പടം അന്ന് ഫസ്റ്റ് കോപ്പി ആയപ്പം 2.5 ലക്ഷം രൂപയായി അന്ന്. ഇപ്പോൾ 2.5 ലക്ഷം രൂപ ഒരു പ്രൊഡക്ഷൻ പയ്യൻ മേടിച്ചിട്ടുണ്ടാവും, ചായ കൊടുക്കുന്ന പയ്യൻ. അന്ന് 2.5 ലക്ഷം രൂപ ഒരു പടത്തിനായി.
അത് അന്ന് സാമ്പത്തികമായിട്ട് നല്ല രസമുള്ള പടമാണ്, സാമ്പത്തികമായിട്ട് നഷ്ടമായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ചാനലുകൾ അത് സാറ്റലൈറ്റൊക്കെ വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു 50 രൂപ വെച്ചൊക്കെ കുറേ പൈസ കിട്ടി, കുറച്ച് പൈസ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് എടുത്താണ് വെള്ളാനകളുടെ നാട്. അപ്പോൾ എൻ്റെ ഒറ്റയ്ക്ക് ഞാൻ എടുക്കാനത്, അതിനകത്ത് പാർട്ട്നേഴ്സ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തതാണ് വെള്ളാനകളുടെ നാട്. വെള്ളാനകളുടെ നാട് ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് അവിടെ ചെന്നിരുന്നൊരു 3 ദിവസം മുമ്പ് പ്രിയമെന്ന് പറഞ്ഞാൽ കഥ ശരിയായില്ലല്ലോ, ഇപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു അയ്യോ യൂണിറ്റ് വന്നു, ബാലഞ്ചേന്നവർ വന്നിട്ടുണ്ട്, നാളെ ഷൂട്ടിംഗ് ഉണ്ടെന്ന്, മറ്റന്നാളുണ്ടെന്ന്, ഇന്ന് എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു 2-3 ദിവസം വേണം ഞാനും ശ്രീനിയും കൂടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് ഇരുന്നു. ഞാൻ ബാലഞ്ചേന്നേരത്തൊക്കെ പറഞ്ഞു ചേട്ടാ വീട്ടിൽ പോകണം. 1-ാം തീയതി ആയപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു നമുക്ക് തുടങ്ങാം, നാളെ തുടങ്ങാം. ശരി, അങ്ങനെ തുടങ്ങുന്നതിൻ്റെ പിറ്റേ ദിവസം 2-ാമത്തെ ദിവസം ശ്രീനിവാസൻ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയിട്ട് വരും, പാലിയേഴ്സ് എന്തോ കഴിഞ്ഞ് പോയില്ലെന്ന്. അങ്ങനെ ആരോ വിളിച്ചു പറഞ്ഞു ശ്രീനിവാസൻ പോയ വണ്ടി ആക്സിഡൻ്റ് ആകുന്നതാണ്. ഞാൻ അന്തംപെട്ട് ചെല്ലുമ്പോൾ വടകര ഭാഗത്ത് പുലത്തിൽ കുഞ്ഞൊന്നുള്ള സ്ഥലമുണ്ട്, വടകര ആ ഭാഗത്ത് ഒരു അംബാസഡർ, അന്ന് അംബാസഡറാണ്, നോൺ AC ഒക്കെയാണ്. ഈ വണ്ടിയുടെ ബാക്ക് സീറ്റും ഫ്രണ്ട് സീറ്റും അങ്ങ് ഓടെ കിടക്കുന്നു. വണ്ടി മലന്ന് അപ്പുറത്ത്. ഞാൻ വിചാരിച്ചു അയ്യോ ഇത് വല്ലാത്തൊരു ഇടിയാണല്ലോ. ഞാൻ ചോദിച്ചു, ആൾക്കാർ പറഞ്ഞു ഇല്ല ഹോസ്പിറ്റലാണ്, കോഴിക്കോടാണ്. അങ്ങനെ കോഴിക്കോട് വന്നപ്പം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു, റൂമിൽ പോയെന്ന് പറഞ്ഞു. പുള്ളി വേറെ ഹോട്ടലിൽ താമസിക്കുന്നത്, എഴുതുന്നുണ്ട് ഗ്രൂപ്പിൽ നിൽക്കാതെ വേറെ ഹോട്ടലാണ്. അവിടെ ചെല്ലുമ്പം പുള്ളിയുടെ ചുണ്ടിൻ്റെ ഇവിടെ 2 സ്റ്റിച്ചുണ്ട്, ഇവിടെ ചെറിയ മുറിവ്, ഭാഗ്യം രക്ഷപ്പെട്ടു. അപ്പോൾ അതിനകത്ത് പുള്ളി കുറച്ചേ അഭിനയിക്കുന്നുള്ളൂ, അവസാനം വന്നാൽ മതി. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒരു കത്ത്, രാജു എൻ്റെ അടുത്തൊന്നും തോന്നരുത്, സത്യനന്ദിക്കാടിൻ്റെ പൊന്മുട്ടയിടുന്ന തട്ടാൻ, പിന്നെ അത് പേര് മാറ്റിയാണ് താറാവെന്നാക്കിയത്, തട്ടാന്മാരുടെ പേരിടാൻ പാടില്ലെന്നൊക്കെ പറയും. അപ്പോൾ പൊന്മുട്ടയിടുന്ന താറാവിനകത്ത് എൻ്റെ ഷൂട്ടിങ്ങിന് പോവുകയാണ്, സീനുകൾ ഞാൻ ഇവിടെ എത്തിച്ചോളാം. പുള്ളി പെട്ടിയെടുത്ത് പോയി ഗുരുവായൂർ, 2 സീനേ എടുത്തിട്ടുള്ളൂ. ഞാൻ പ്രിയൻ്റെ തരണം, പ്രിയൻ്റെ കോൺഫിഡൻസ് ഉണ്ട്, നമ്മുടെ അല്ലേ വേണ്ടി കുഴപ്പമില്ല നമുക്ക് തുടങ്ങാൻ. പിന്നെ അന്ന് മൊബൈലും ഒന്നുമില്ല. രാത്രി ശ്രീനിവാസൻ ഫോൺ ചെയ്യും അവിടുന്ന്. എന്നിട്ട് അസോസിയേറ്റ് ആയിട്ട് ഗോപാലകൃഷ്ണൻ, പുള്ളി മരിച്ചുപോയി, ഗോപാലകൃഷ്ണൻ ഫോണിൽ വിളിച്ചു, ശ്രീനിവാസൻ പറയും അങ്ങനെ സീന്. ചില ലോറികൾ മഹാറാണിയിൽ വന്നിട്ട് ഒരു ലോറി ഡ്രൈവർമാർ, മണിയമ്പിൾ രാജ് സാർ ഇവിടെയാണ് താമസിക്കുന്നത്, ഗുരുവായൂരിന്നൊരു കവർ തന്നു വിട്ടു, 2 സീൻ. അങ്ങനെ അതൊരു പോണവരും വരുന്നവരും ഗുരുവായൂരിന്ന് വരുന്നവരൊക്കെ ഒരു കവറ്, ഒരു സീന്, 2 സീന്. അങ്ങനെ 19-ാമത്തെ ദിവസമായപ്പം ശ്രീനിവാസൻ വന്നപ്പം ശ്രീനിവാസനെ റാഗ് ചെയ്ത് കൊന്നു മോഹൻലാൽ. ഞങ്ങളുമൊക്കെ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞാലും അവസാനം അന്ന് ശ്രീനിവാസിൻ്റെ സീൻസാണ് എടുക്കുന്നത്, മോഹൻലാലിൻ്റെ കോമ്പിനേഷൻ. അതൊരു ഫുൾ നൈറ്റാണ്, വെളുപ്പിന് 6 മണി വരെ. പുള്ളിയുടെ ഡേ സീൻ ഒരെണ്ണം എന്തുണ്ട് അത് കൊടുത്ത് പുള്ളിയുടെ സീൻ വെളുപ്പിന്ന് 20-ാമത്തെ ദിവസം ആ പടം പാക്കപ്പാണ്, ഒരു ഷോട്ട് ബാക്കിയില്ലാതെ. ആ പടത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ എന്താ പറയുക 10 കഥാപാത്രം എടുത്തതിൽ ഒന്ന് CP നായരാണ് അതിൽ അഭിനയിച്ചത്. ഒന്ന് ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ബെസ്റ്റ് സ്ക്രിപ്റ്റാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റായിരുന്നു വെള്ളാങ്ങ. ആ പടം അന്നത്തെ ദിവസം ചിത്രം പോലൊരു പടം 320 ദിവസം ഓടുമ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ട് 100 ദിവസം ഓടിയ പടം, ഭയങ്കര ഹിറ്റായിരുന്നു. അതാണ് ആ പടം. ഓട്ടമാണ്. അതും ഇതുപോലെ മോഹൻലാൽ വിളിച്ച് പറഞ്ഞിങ്ങനെ അടുത്തത് പ്രിയം ചെയ്യല്ലേ, വേണിച്ചേട്ടനോടൊരു പടം ചെയ്യാൻ ആരും അങ്ങനെ ചെയ്യാൻ ധൈര്യമുണ്ടോ? ചെയ്യാൻ ധൈര്യമുണ്ട്, പക്ഷേ സബ്ജക്റ്റ് വയസ്സിൽ എൻ്റെ ഒരു ഫ്ലൈറ്റ് വേറെയാണ്. എൻ്റെ ടേസ്റ്റ് ആക്ഷൻ കോമഡി അങ്ങനെയുള്ള ഒരു പ്രണയം, അതിനുവേണ്ടി ആത്മഹത്യ, അതൊന്നും നല്ലതാണ്. അത് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ എടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ടൈപ്പ് പടമാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സോമദേവി എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല സിനിമ, പക്ഷേ ആ ഒരു ഫേസിലുള്ള പടമല്ല വേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്കൊരു മോഹൻലാലിനൊരു ഡൗൺ ടു എർത്ത് ക്യാരക്ടർ. അങ്ങനെ പുള്ളി നാളെ പറയാം, നാളെ വന്ന പുള്ളി ഒരു ഓട്ടോറിക്ഷക്കാരാണ്. ഞാൻ നന്നായിരിക്കും, വളരെ ജനകീയമാണ്. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ഓട്ടോ ഡ്രൈവേഴ്സിനെയൊക്കെ വിളിക്കുന്നുണ്ട്, ഓരോരുത്തരെ വിളിക്കും, ചായയും വടയും കൊടുത്ത് ഇൻ്റർവ്യൂ അത് റെക്കോർഡ് ചെയ്യും, അവരുടെ ജീവിതത്തിലെ സംഭവങ്ങളൊക്കെ എടുക്കും. അങ്ങനെ എടുത്ത് ഫുൾ സ്ക്രിപ്റ്റ്. പിന്നെ എൻ്റെയൊക്കെ സജഷൻസൊക്കെ ഉണ്ട് കുറേ. ഇപ്പോൾ ആഭിജാത്യത്തിലെ സീൻ ഞാൻ പറയും, മധു സാർ ഊണ് കഴിക്കാൻ നേരത്തെ എണീക്കാൻ പറയുന്നില്ലേ, അതാണ് ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് എണീക്കാൻ പറയുന്നത്, ജയൻ ഇംഗ്ലീഷ് പറയുന്നത്. അങ്ങനെ ഓഡിയോ പടങ്ങളിലെ കുറച്ച് ഹൈലൈറ്റൊക്കെ നമ്മൾ മോട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ പടം എടുത്തു. പക്ഷേ വളരെ സരസമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയത് വേണമെന്ന് കഴിയും. ആ പടം ഈ പറഞ്ഞ ഒരു 24 ദിവസം കൊണ്ട് തീർത്തു. ആ വർഷത്തെ സൂപ്പർ ഹിറ്റാണ് ഓട്ടം. പിന്നെ അത് കഴിഞ്ഞ് തന്നെയാണ് ഞാൻ ഇതെടുക്കുന്നത്, എന്താണ് മഞ്ജു വാര്യർ വെച്ചിട്ട് കണ്ണെഴുതി പൊട്ടുന്നത്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ അതിന് മുമ്പ് കല്യാണം കഴിച്ച് പോകാനിരുന്നതാണ്. അവർ കല്യാണം കഴിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞു, രാജചേട്ടൻ തകർന്നു ഞാൻ ഈ പടം അഭിനയിക്കാതെ, അതുകൊണ്ട് ഇത് ഷൂട്ടിംഗ് പാക്കപ്പ് ആയതിൻ്റെ പിറ്റേന്നാണ്. അങ്ങനെ സംഭവിച്ച ഒരു പടം തീർത്ത് പിറ്റേന്നാണ് അവർ നമ്മൾ കല്യാണം കഴിച്ചത്. പിന്നെ ഡബ്ബിങ്ങിന് വരുമ്പം
സിന്ദൂർ ഒക്കെ ഇട്ട് വലിയ രസമുണ്ട്. പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സിനിമകളിലും ചെറിയ റോളിൽ താങ്കളും അഭിനയിച്ചിട്ടുണ്ട്. കണ്ടുണ്ട്. അത് എങ്ങനെ ഒരു അതല്ല, വേറെ ഉള്ളൊരു വിളിച്ചിട്ട് ഞാനെങ്കിലും എൻ്റെ സ്വന്തം പടത്തിൽ തന്നെ ഇടണ്ടേ? ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ ഒരുപാട് പേര് പരിചയപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടില്ല. അതിൽ ഒരു ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി തോന്നിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇല്ല, പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, മമ്മൂട്ടി മോഹൻലാലിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ശിവകാശി ദൈവങ്ങളുടെ കലണ്ടറിൻ്റെ ബാക്കിൽ ഒരു ഹാലോ കാണുമല്ലോ, അതുള്ളവരാണ്. അവർക്കറിയില്ല മമ്മൂട്ടിക്കുണ്ട് മോഹൻലാൽ രണ്ടുപേരും വളരെ പോസിറ്റീവാണ്. ഒരാൾ ദേഷ്യപ്പെടും, കാര്യങ്ങൾ പറയും, പക്ഷേ ശുദ്ധ ഹൃദയമാണ്. മോഹൻലാലാണെങ്കിൽ ജീവിതത്തിൽ ഒരാളുടെ ഒന്നും വഴക്ക് പറയുന്നത് ദേഷ്യമില്ല. ഞാൻ ചോദിക്കും, നിങ്ങൾക്കൊന്നും വഴക്ക് പറയില്ല, ദേഷ്യം വന്നിട്ട് പറയും. നമുക്കാരെയും അങ്ങനെ വാക്കുകൊണ്ട് പോലും പീഡിപ്പിക്കാൻ അവകാശമില്ല. നമ്മളൊരാളിനെ വഴക്ക് പറയാൻ പാടില്ല. അത് അങ്ങനത്തെ പ്രിൻസിപ്പൽ. എനിക്കൊക്കെ പെട്ടെന്ന് ക്ഷിപ്രകോപിയാണ്, മൂക്കിൽ മുമ്പ് ഞാൻ പെട്ടെന്ന് പറയും, പിന്നെ വിഷമം തോന്നും, മാറും, മാറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ മോഹൻലാൽ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. ഞാൻ കണ്ടിട്ടില്ല. ആ പാടെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ളത് അമേരിക്കയിൽ വെച്ച് അക്കരെ അക്കരെ എന്നൊരു പടം. അപ്പോൾ അതിന് നമ്മൾ ഏതൊരു ഹൂസ്റ്റണിൽ ഏതൊരു സ്ഥലത്ത് നിന്നിട്ട് അവിടെ ഒരു എൻ്റെ ഫുഡ് ഷോപ്പുണ്ട്, അവിടെ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു, ലാലു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാം. അങ്ങനെ ഞാനൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഈ ഹോട്ട് ഡോഗ് പോലത്തെ സാധനം 2 ഞാൻ പൊതിഞ്ഞ് വെച്ചു. ഒരു മണിയായപ്പോഴേക്കും നിൽപ്പുണ്ട് പാർവതിയുടെ അമ്മ. കണ്ടില്ലല്ലോ, ഫുഡ് വന്നില്ല, എവിടുന്ന് കൊണ്ടുവന്നാണ്. മണി 1:30 ഇവിടെ ബ്രേക്ക് ചെയ്തില്ല. കണ്ണും അങ്ങനെ ഒരു പാട്ടെന്തോ എടുക്കണം പാർവതി മോഹൻലാലായിട്ട്. അപ്പോൾ വിശന്ന് പാർവതിയുടെ കണ്ണ് ഇത്ര ഉണ്ട്, നിറയുമ്പോൾ അതിനകത്ത് 1 ലിറ്റർ വെള്ളം കൊണ്ടു. അവരിങ്ങനെ കണ്ണ് നിറഞ്ഞിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യ, ഒട്ടും വയ്യ, എൻ്റെ അടുത്ത് സാധനമുണ്ട്, ഇത് കഴിക്കും. അങ്ങനെ പാർവതി അമ്മയെ അത് കഴിച്ചു. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് മോഹൻലാൽ ഇവിടെ നമുക്ക് ആ ഫുഡ് കഴിക്കാൻ എടുക്കും. ഞാൻ പറഞ്ഞിങ്ങനെ വിശന്ന് അവരെ കണ്ണൊക്കെ വന്ന് ഞാൻ എടുത്ത് കൊടുത്തു. ഓക്കെ, പുള്ളി നടന്നുപോയി. അന്ന് ഫുഡ് വന്ന് പ്രൊഡക്ഷൻ പുള്ളി കഴിച്ചില്ല. ഇല്ല, അത് കഴിച്ചാൽ എനിക്ക് ദേഷ്യം വരും. എൻ്റെ ദേഷ്യം ഞാൻ സ്വയം കൺട്രോൾ ചെയ്യും. അന്നത്തെ ഒരു സിനിമ ലോകവും ഇന്നത്തെ ഒരു സിനിമ ലോകവും ആസ് എൻ ആർട്ടിസ്റ്റ് എന്ത് വ്യത്യാസമാണ് തോന്നുന്നത്? യു വർക്ക്ഡ് ഇൻ അന്നത്തെ സെറ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ സെറ്റുകളിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം അന്ന് ക്യാരവനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇരുന്ന് രസകരമായിട്ട് സംസാരിക്കും. ഇത് ഓരോരുത്തരും ഒരു ഷോട്ട് കഴിഞ്ഞു തന്നെ ലൈറ്റപ്പിന് 10 മിനിറ്റ് എടുക്കുന്നു, ടിങ് 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 ഓരോരുത്തരും അവരവരുടെ ക്യാരവനിൽ പോയി അവരവരുടെ പേഴ്സണൽ ലൈഫാണ് അവരുടെ. നമ്മളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ ഇത് സിനിമയാണ്. സിനിമ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ ഭാഗ്യങ്ങളുണ്ടായതും എല്ലാം ഉണ്ടായത്. സിനിമ ഇല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് അതിനെ എപ്പോഴും ബഹുമാനിക്കുകയും അതിൻ്റെ വർക്കിനെ ബഹുമാനിക്കുകയും അതിൽ പെരുമാറുന്നത്. ഇപ്പോൾ ചെയ്യുന്നവരങ്ങനെയല്ല. പലപ്പോഴും എൻ്റെ അടുത്ത് റെക്കോർഡിസ്റ്റ് പറയുന്നു, അകത്തിരുന്ന് മൈക്കിൽ കൂടെ കേൾക്കാം. ഞാനിപ്പോൾ പുതിയ BMW വെച്ചിട്ട്, പക്ഷേ അല്ല മറ്റേ കാറുണ്ടല്ലോ, ലംബോർഗിനിയാണ് എൻ്റെ താല്പര്യം. ഇവർ വളരെ ബിസിനസ്സാണ്, വളരെ അങ്ങനെയൊക്കെ അംബീഷ്യസ് ആയിട്ട് സംസാരിക്കും. പക്ഷേ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാത്തത്, ഞാൻ ഇപ്പോൾ ഒരു പടത്തിൽ ചെയ്തു കേട്ടോ, ഞാൻ അതിനകത്തൊരു സീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇന്ന സീൻ. അപ്പോൾ മറ്റേ പറയും ഞാനൊരു ക്യാരക്ടർ ചെയ്തതിന് ഇന്നാരുടെ പടത്തിൽ ഇന്ന വേഷം വന്നിട്ട് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ വളരെ കുറവാണ്. നമ്മുടെയൊക്കെ ഭയങ്കര സിൻസിയറും കാര്യങ്ങളും. ഇപ്പം എനിക്ക് സുഖമില്ലാതായപ്പോഴും എന്നെ കാണാൻ ഓടിയെത്തിയത് മോഹൻലാലും മുന്നിട്ട്. ഞാൻ പറഞ്ഞില്ലേ, അത് ആ പഴയ കാലത്ത് അവരുടെ ബന്ധങ്ങൾ. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ആ ഒരു സംഭവം കുറവാണെന്ന്. കാര്യം കുട്ടികളൊക്കെ നല്ല ഇൻ്റലിജൻ്റാണ്, ബ്രില്യൻ്റാണ്, ടാലൻറ്റഡാണ്, അവർ വളരെ ഹാർഡ് വർക്കിങ്ങുമാണ്. പക്ഷേ ഇതാണ് സംഭവം. നമ്മുടെ അന്നത്തെ കൂട്ടുള്ളൊരു ഐക്യമൊന്നും പുറത്തുവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അവർക്ക് ഈ പറഞ്ഞ ഒരു അധികം പേർക്ക് മുതിർന്നവരൊന്നും അറിയത്തുമില്ല, അറിഞ്ഞാലോട്ടോ അവർ മൈൻഡ് ചെയ്യത്തുമില്ല. ബോയിങ് ഇപ്പോഴും ആൾക്കാർ, ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയൊക്കെ കണ്ട് ചിരിക്കുന്ന ഒരു സിനിമയാണ്. എന്നിട്ട് ഗണേശൻ്റെ മിനിസ്റ്റർ ഗണേഷ് കുമാറിൻ്റെ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, എന്ത് ചെയ്യാനോ ഒരു പ്രശ്നമാണ്, മനസ്സിന് വിഷമം വരുമ്പോൾ ഞാൻ അപ്പോൾ ബോയിങ് ഇട്ട് കാണും. അന്ന് VHS ആണല്ലോ, അത് കാണാമായിരുന്നു. ഈ ബോയിങ്ങിന് സംബന്ധിച്ചത് ഈ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ശബ്ദം കേൾക്കണം, എന്നാലേ ശ്രീനിവാസൻ എഴുത്തു വരുള്ളൂ. അത് ശ്രീനിവാസൻ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണെങ്കിലും മാസങ്ങൾക്ക് മുമ്പ് സ്ക്രിപ്റ്റ് പടം വരെ അങ്ങനെയൊന്നുമില്ല. ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് ആർട്ടിസ്റ്റൊക്കെ മേക്കപ്പ് ഇട്ട് എപ്പോഴും ഓൺലൈൻ എഴുതും. സീൻ നമ്പർ 98 അത് ഇന്നിപ്പോൾ എടുക്കണം, ഇന്നിപ്പോൾ സീൻ നമ്പർ 78, 79 എടുക്കാം, ബാർ സീക്വൻസ് അല്ലേ, അത് എഴുതി തരാം. ഇന്ന് എടുക്കുന്നത് സീൻ നമ്പർ 98, 99 ക്ലൈമാക്സിൻ്റെ തൊട്ട് മുമ്പ് മറ്റേ വണ്ടി പോകണം. ഓക്കെ,
അങ്ങനെ എഴുതാം. അതൊരു പ്രത്യേക നാക്കുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. സിനിമ എടുക്കാൻ പറ്റുന്നവർ ഈ പറഞ്ഞൊരു എം ടി വാസുദേവൻ നായർ അല്ലെങ്കിൽ പത്മരാജൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ ശ്രീനിവാസിൻ്റെ സ്ക്രിപ്റ്റ് പഠിക്കണം, വായിക്കണം. ഇംപ്രൂവൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യുന്നത് എത്രത്തോളം ഉണ്ട് താങ്കൾ ഉൾപ്പെടെയുള്ള നടന്മാർ? പ്രത്യേകിച്ച് ഈ ബോയ് ബോയിങ്ങിൽ തന്നെ ഈ മോഹൻലാൽ ഇങ്ങനെ അടിക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ നിന്നങ്ങ് കറങ്ങി അല്ല, ഞാൻ പറയാം, അന്ന് നമ്മൾ ഈ ഡയറക്ടറിനും ഒരു ആക്ടിങ് ടാലൻ്റ് ഉണ്ടാവും, പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പം ഞാൻ ചെയ്ത തുടരും എന്നുള്ള സിനിമ മലയാളത്തിലെ റെക്കോർഡാണ്, കളക്ഷൻ പേപ്പർ റെക്കോർഡാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ തരുൺ മൂർത്തി എന്നുള്ള ആൾ 16 വർഷത്തോളം കഥകളി പഠിച്ച ആളാണ്. അതുകൊണ്ട് വലിയ നടനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അയാൾ എൻ്റെ അടുത്തായാലും മോഹൻലാലിൻ്റെ അടുത്തായാലും പിന്നെ പുതിയതായിട്ട് അഭിനയിക്കാവുന്ന ആളായിരുന്നാലും വളരെ കൂളായിട്ട് ഒന്ന് ആക്ടിങ് പറഞ്ഞു. ഞാൻ അഭിനയിക്കുന്നവർ അഭിനയിക്കുക എന്ന് പറഞ്ഞു തരികയല്ല, നമ്മളിൽ നിന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. ആ പ്രിയനും അത് തന്നെയാണ്. ഇപ്പം ഞാൻ പറയാറുണ്ട്, വെള്ളാനങ്ങളുടെ നാടിൽ നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് 8-10 ടേക്കായി, എല്ലാം 10 ടേക്കായിട്ട് ഒരു മാഗസിൻ തീർന്നു. അപ്പോൾ പ്രിയൻ ചേട്ടൻ പറഞ്ഞു, ഇത്രയും കഴിഞ്ഞു, എന്തും ചേട്ടൻ മൂടോട്ടാണ് രാവിലെ, എന്താണ് ചേട്ടൻ ഒന്ന് ഇളകി ചെയ്യട്ടെ, ഈ നിന്ന് പറയാം നമ്മുടെ താമരശ്ശേരി ചുരം അങ്ങനെ കയ്യൊക്കെ എടുത്തൊന്ന് വിരിഞ്ഞ് ചെയ്യാൻ പറയും. ആ ടേക്കാണോ ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. പിന്നെ പ്രിയന് ഭയങ്കര ഈ പറഞ്ഞ മാതിരി ഈ കോമഡിക്ക് ഒരു അരത്തമേറ്റിക് ഉണ്ട്. അത് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ഡയറക്ടർ മലയാളത്തിൽ പ്രിയദർശൻ തന്നെ വ്യക്തമായിരുന്നു. ഇപ്പോൾ അരമ്പളസായിട്ടുള്ള കാര്യം നമുക്കറിയില്ല എന്തിനാണ് ഒരു ബോൾ കൊള്ളുന്നത്, ഏതോ ഒരു ബോൾ വരുമ്പോൾ മിസ് ചെയ്യുന്നു, അത് ആർക്ക് കൊള്ളുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പ്രിയൻ അത് എഡിറ്റ് ചെയ്ത് തരുമ്പം സുമാരി ചേച്ചി മിസ് ചെയ്യുന്നു, അത് എൻ്റെ മുഖത്ത് കൊള്ളുന്നു, അടുത്ത ബോൾ വരുമ്പോഴത്തേന് തട്ടി വിട്ടിട്ട് ഏത് സിനിമ തിരിയുമ്പോൾ ആ ബോളും തിരിച്ചടിക്കുന്നു. ഇതിനകത്ത് ഒരു അരത്തമാറ്റിക് ഉണ്ട് സംഭവം, ഒരു കൊറിയോഗ്രാഫി ഉണ്ട്. അത് പ്രിയനാണ് എൻ്റെ മിടുക്കൻ. ഈ താമരശ്ശേരി ചുരം പറഞ്ഞപ്പോഴാണ് അതിൽ താങ്കളുടെ തന്നെ ഒരു പപ്പുവിനോടുള്ള മറുപടി ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ നീ സുലൈമാൻ അല്ല ഹനുമാനാണ്. ഇതൊക്കെ കൃത്യമായി എഴുതി വെക്കുന്ന സ്ക്രിപ്റ്റ് ആണോ ആ സമയത്ത് ഇംപ്രൂവൈസ് ചെയ്യുന്നത്? ഇതൊക്കെ ഇംപ്രൂവൈസ് ചെയ്യുന്നത്. വേറൊരു കാര്യം കേട്ടിട്ടുള്ളത്, പ്രൊഡക്ഷൻ സമയത്ത് താങ്കളുടെ സെറ്റിലാണ് ഏറ്റവും നല്ല ഫുഡ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിപ്പ ചെറുപ്പമില്ലാതെ ഇപ്പൊ ഒരു ഹീറോ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ആ സെറ്റിലുള്ള എല്ലാവർക്കും ജ്യൂസ് കിട്ടും. അത് ഞാൻ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഞാൻ ഈ ശ്രീമന്തപുത്രനൊക്കെ അഭിനയിക്കുന്നിടത്ത് ഇവർക്കൊക്കെ പറഞ്ഞ ഒരു കൂടിയ ഫുഡ് ഹീറോസ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കറി യൂണിറ്റുകാരെ കാണുമ്പോഴാണ് പാവം, ഒരു പൊതിയിൽ സാമ്പാർ സാദം അല്ലെങ്കിൽ ഒരു പൊതിയിൽ ടൊമാറ്റോ റൈസ്, തൈര് സാദം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രൊഡ്യൂസർ ആവുമെങ്കിൽ ചുമ്മാ സ്വപ്നം കണ്ട് എല്ലാവർക്കും ഒരേ ഫുഡ് കൊടുക്കണം. ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ കൂടുതലായിരിക്കും, പക്ഷേ എല്ലാവരും സന്തോഷമായിട്ട് പോകും. അയാൾക്ക് കൊടുക്കുന്ന ഫുഡ്. മറ്റേത് അവർക്ക് സങ്കടം വരും. നമ്മുടെ മുമ്പ് കൂടെ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും പോകുമ്പോൾ നമുക്ക് സാമ്പാർ മാത്രം തരുമ്പോൾ മനസ്സിൽ ഇപ്പരാകും. അപ്പോൾ നല്ല ഫുഡ് കൊടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം പല കമ്പനികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് കൊടുത്തേ പറ്റൂ. ഞാൻ അല്ലെങ്കിലും ഈ പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ വേദനകളിലൊന്നായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ കഴിഞ്ഞ് ക്യാൻസറിൻ്റെ ചെയ്യേണ്ട സമയത്ത് പലപ്പോഴും ഫ്രണ്ട്സുമായിട്ട് ഫുഡ് കഴിക്കാൻ നേരത്ത് ഞാൻ ഒന്നീ കൈ കഴിയുമ്പോൾ അല്ലെങ്കിൽ ലാഗടിക്കുക എന്താ ബില്ല് കൊടുക്കാൻ നിവൃത്തിയില്ല. അതിൻ്റെ ഇവർ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ദൈവമേ, എന്നെങ്കിലും എനിക്കിത് കൊടുക്കാൻ പറ്റുന്നത് ഇവരിനോട്. പിന്നെ ഞാൻ സിനിമയിലൊന്ന് രക്ഷപ്പെട്ടതിന് ശേഷം എൻ്റെ കൂടെ ആര് ഫുഡ് കഴിക്കാൻ വന്നാലും ശരി, മോഹൻലാൽ വന്നാലും ശരി, മനസ്സിലായി ഞാനേ പേ ചെയ്യത്തുള്ളൂ. അതെൻ്റെ ഒരു പ്രതികാരമാണ്. അന്നത്തെ കുറേ പേരെ ദ്രോഹിച്ചല്ലേ, അത് തന്നെ ഞാൻ ചെയ്യും. ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഭക്ഷണം നല്ല ഭക്ഷണമാണ്. എവിടെ ലോകത്ത് എവിടെ പോയാലും ചെയ്യണം. ഏറ്റവും നല്ല ഫുഡ് എന്താണ് അത് വാങ്ങിച്ച് കഴിക്കും. പാചകം ചെയ്യാനും ഇഷ്ടമാണ്. മോഹൻലാലും പാചകം ചെയ്യും. നമ്മൾ അങ്ങനെയുള്ള ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ അതൊക്കെ ചെയ്യുമായിരുന്നല്ലോ. ഇപ്പോഴും പക്ഷേ മോഹൻലാൽ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ ഞാനൊരു സാധനം ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതൊക്കെ എടുത്തുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കോണ്ടിനെൻ്റൽ ഡിഷ് അല്ല ചിക്കൻ്റെ സംഭവം ഉണ്ടാക്കും. പുള്ളി നല്ല ഫുഡിൻ്റെ ആണ്. നല്ല രാത്രിയായാലും വന്ന് നമുക്കൊന്ന് ഷെഫിൻ്റെ അടുത്ത് വിളിച്ചവർ ഇങ്ങനെ സ്റ്റൂവിൽ ഇത് ഇട്ട് അങ്ങനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക. അതാണ് പുള്ളി അതൊന്നും നോക്കത്തില്ല. പുള്ളി ടൈറ്റായിട്ടൊക്കെ ബോഡി വന്നാലും ശരി തന്നെ പുള്ളി ഭക്ഷണം കണ്ടാൽ കഴിക്കും. മമ്മൂട്ടി പക്ഷേ വളരെ കെയർഫുള്ളാണ്. ഈ പറഞ്ഞ മാതിരി നോക്കിയും കണ്ടുമൊക്കെ ഫുഡ് കഴിക്കുള്ളൂ. വളരെ ശരി നോക്കാം. അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും കഴിക്കും. ടോട്ടലി 2 ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ആണല്ലോ മമ്മൂട്ടി മോഹൻലാലും. അവരെ അടുത്ത് നിന്ന് താങ്കൾ കണ്ടിട്ടുണ്ട്. ഒരു വർഷം സുഹൃത്ത് ബന്ധുവല്ലേ? അതെ. ഈ മമ്മൂട്ടിയുടെ വിജയത്തിന്റെ പുറകിൽ മമ്മൂട്ടിയുടെ ഒരു ഭയങ്കര കഠിനാധ്വാനവും ഒരുപാട് സാക്രിഫൈസസും ഉണ്ട്. മോഹൻലാലിന്റെ എന്നാൽ അങ്ങനെ സാക്രിഫൈസസ് ഉണ്ടെന്ന് നമുക്ക് സാക്രിഫൈസസ് ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് കാരണം ഞാൻ പറയാം, ഈ മമ്മൂട്ടിയൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ രാത്രി 10 മണി കഴിഞ്ഞാൽ വീട്ടിൽ പോകും. മോഹൻലാൽ ഈ അഭിനയത്തിൻ്റെ കാര്യം തുടങ്ങിയ ശേഷം കണ്ടിന്യൂസ് പടങ്ങൾ, ഒരു പടം രാത്രി 12 മണിക്ക് തീർന്നാൽ രാവിലെ 6 മണിക്ക് വേറൊരു പടം നടക്കുകയും. അപ്പോൾ ഈ 2 കുട്ടികളും ബോർഡിങ്ങിൽ പഠിക്കുമ്പോൾ അവരെ കൈ വളരുന്നത്, കാല് വളരുന്നത്, മുടി വളരുന്നത് ഒന്നും പുള്ളി കണ്ടിട്ടില്ല.
പുള്ളി ആ സമയത്തൊക്കെ സെറ്റിലാണ്. പുള്ളി വളർന്ന് അവർ വലിയ പൊസിഷനിൽ എത്തിയപ്പോൾ അവർ വലിയ രാജ്യങ്ങളിൽ പഠിക്കാനും പോയി. പക്ഷെ മമ്മൂട്ടി അങ്ങനെയല്ല, എല്ലാ ദിവസവും പിള്ളേരെ കാണും, പിള്ളേരടുത്ത് പോകും. അപ്പോൾ അതെല്ലാം പുള്ളി ഫാമിലി എന്നുള്ളത് തന്നെ ഫുൾ മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടി നിൽക്കും. ഇപ്പോൾ ഈ കർണഭാരം എന്നുള്ള സാൻസ്ക്രിറ്റ് ഡ്രാമ ചെയ്യുമ്പോൾ പുള്ളി ആദ്യം ബുദ്ധിമുട്ടാണ് നടന്നത്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു കവാലം നാരായണ സാറ് പറഞ്ഞു അത്രേ. അപ്പം ടി.കെ. രാജീവ്കുമാറിനോട് ചോദിച്ചു, ഞാൻ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ബുക്കൊന്ന് നോക്കണം, ഞാൻ ഒന്ന് പറയട്ടെ എന്ന്. പുള്ളി അങ്ങേരുടെ ക്യാരക്ടർ മാത്രമല്ല മറ്റേ ക്യാരക്ടറും പറയുന്ന സംസ്കൃതം മുഴുവൻ ഒറ്റയടിക്ക് പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മെമ്മറി ഡ്രാമ ചെയ്തപ്പോഴും അവിടെ കുറേ സംസ്കൃത പണ്ഡിതന്മാർ റിഹേഴ്സൽ ചെയ്ത് വന്നു. ഇയാൾക്ക് ശരിക്കും സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം ഒരു പ്രൊണൗൺസിയേഷൻ മാറി അർത്ഥം മാറും സംസ്കൃതത്തിൽ. വളരെ കൃത്യമായിട്ട് ചെയ്തത് കാരണം. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് കാണാൻ ഭാഗ്യം ഉണ്ടായില്ല. ബിക്കോസ് അത് ഡൽഹി മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം. അപ്പോൾ അങ്ങനെ ഞാൻ പറയില്ലേ, ഈ സിനിമ എന്ന് പറഞ്ഞാൽ ടയറിങ് ജോബ്. ഇപ്പോൾ തന്നെ നിങ്ങൾ തുടരുന്നുള്ള സിനിമ ഇത്രയും സൂപ്പറായിട്ടുണ്ട്. ഞാനൊക്കെ ഒരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. 2-3 ദിവസങ്ങളിൽ വെളുപ്പിന് 6 മണി വരെ നിന്നിട്ടുണ്ട്. നൈറ്റ് നിൽക്കാൻ പറ്റാത്ത ആളാണ്, പക്ഷേ വേറെ വഴിയില്ല, തീർത്തിട്ടുണ്ട്. പക്ഷേ മോഹൻലാൽ 70 ദിവസം പറഞ്ഞ ഇവിടെ 100 ദിവസമായപ്പോഴും എത്രയോ രാത്രി വെളുപ്പിന് 6 മണിക്ക് സൺലൈറ്റ് വന്നു ഒരു ഫൈറ്റൊക്കെ എടുത്തിട്ട് പോയിട്ട് വരും. ഈ തുടരുമിലെ വേഷത്തെ കുറിച്ച് കൂടെ പറയാം. കാരണം തുടരുമിലാണ് താങ്കളുടെ വളരെ നല്ല വേഷം, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിൽ വരുന്നു. എങ്ങനെയാണ് ആ വേഷത്തിലേക്ക് എത്തുന്നത്? അല്ല, എൻ്റെ ആ സ്ക്രിപ്റ്റ് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ രഞ്ജിത്ത് കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറയും എനിക്ക് അതിനകത്തൊരു വേഷമുണ്ട്. അത് തരുൺമൂർത്തി ഡയറക്റ്റ് ആയതിനു ശേഷം പുള്ളി പറഞ്ഞു. അപ്പോൾ തരുൺമൂർത്തി താടി ഉണ്ടെന്ന് ചോദിച്ചു. രഞ്ജിത്തൊന്നുമില്ല, എന്നാൽ താടി വളർത്താൻ പറയും. പുള്ളിയുടെ 10 ദിവസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ 10 ദിവസം ഞാൻ സെറ്റിൽ ചെന്ന് സ്ക്രിപ്റ്റ് വായിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വളരെ, അന്ന് എനിക്ക് ഷൂട്ടിംഗ് ഇല്ല. ഞാൻ പറഞ്ഞു നൈറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പ് ചെയ്തു തരും. അങ്ങനെ ഞാൻ അതിന് നരയൊക്കെ ഇട്ട് ചെന്ന് പുള്ളി നോക്കിയിട്ട് പറഞ്ഞു ശരിയായില്ല, കുട്ടിച്ചനായില്ല, ലാലിൻ്റെ ഒരു ആശാനെ പോലെ നിൽക്കണ്ടേ, അപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കൂ. വട്ടം രക്ഷീത്ത് ഞാൻ ചെന്നാണ് പറഞ്ഞു പൊടിക്കള പഠിക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ പറയാറ്, അല്ല സാർ വേറെ പടം, ഞാൻ വേറെ പടമൊന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ മെഷീൻ വെച്ചിട്ട് പൊടിക്കള പഠിച്ചു. അപ്പം ഈ പറഞ്ഞ ഒരു വെള്ളം പൊടിയുണ്ട്, കാര്യങ്ങൾ റെഡിയായി. അതിന് ടീഷർട്ട് മുണ്ട് കൊടുത്ത് തന്നപ്പോഴും പുള്ളി സെറ്റ് മുഴുവൻ കൈയടിച്ച് ഇതാണ് ഞങ്ങൾക്ക് വേണ്ട ക്യാരക്ടർ. അങ്ങനെയാണ് ഞാൻ ആ കഥാപാത്രത്തിലോട്ടിരിക്കുന്നത്. പ്രകാശ് വർമ്മ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരുപാട് എൻകറേജ് ചെയ്തു. രാജു സാർ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ചോറ് വെന്തോന്നും അറിയാൻ ഒരു പിതുക്കി നോക്കിയാൽ മതി. അയാൾ ഫസ്റ്റ് സീൻ അഭിനയിക്കുന്നത് എന്താ പറയുക, ശോഭനയും ഞാനും കൂടെ ഉള്ള ഒരു നൈറ്റ് സീൻ. മഴയത്ത് പുള്ളി വന്നിട്ട് ഹൈ മോളെ അമ്മ എന്ത് ചെയ്യേ എന്നാണ് ചോദിക്കുന്ന സീനുണ്ട്. ആ സീൻ എടുക്കുന്നുണ്ട് ശോഭനയുടെ എൻ്റെ കാലിലൊക്കെ തൊട്ട് വേണ്ടി. ഞാൻ പറഞ്ഞു എന്തിനയ്യോ നിങ്ങളൊരു ഗ്രേറ്റ് ആൾ, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആഡിന് 5 കോടി രൂപ വാങ്ങിക്കുന്ന ആളാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ലംബോർഗിനി അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉള്ള സ്വന്തമായിട്ടാണ്. പക്ഷെ വളരെ സിമ്പിൾ, സോ സ്വീറ്റ്, നല്ല വോയിസുമാണ്. ഷാരൂഖ് ഖാൻ വെച്ചുള്ള ആഡൊക്കെ ഇല്ലേ, ദുബായ് ആഡ്, മറ്റേ അത് ഒരു 800ഓളം ആഡ് ചെയ്തിട്ടുണ്ട് പുള്ളി. എല്ലാം ന്യൂസിലൻഡ് അവസ്ഥയും. നല്ല ആക്ടറാണ് പുള്ളി. പണ്ട് അഭിനയിക്കാൻ വന്ന ആളാണ്. അതിൻ്റെ അവസരം കിട്ടാഞ്ഞിട്ട് VKPയുടെ കമ്പനിയിൽ, ആഡ് കമ്പനിയിൽ നിന്ന് അങ്ങനെയൊക്കെ വന്ന ഒരാളാണ്. പക്ഷേ വെരി ഗുഡ് ആക്ടർ. നമ്മൾ ഫസ്റ്റ് സീൻ കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു റൗണ്ട് അടിക്കും. ഇവിടെയുള്ള സോക്കാളുടെ ഏതെങ്കിലും ഒരു നടനെ വിഗ് വെച്ച് ഇറക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. നിങ്ങൾ കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നി. നരം എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ ഒരാൾ വന്നപ്പോഴത്തേക്കും പുള്ളി നല്ല കറുത്തിട്ട ഒരാളാണ്. പക്ഷേ ആളുടെ താടി മീശ മുടിയൊക്കെ നിരച്ചിട്ട് എടുത്ത ആളാണ്. അപ്പം സിദ്ദിഖ് അടുത്ത മോഹൻലാലിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് പേരിടാം? മോഹൻലാൽ ഒറ്റയടിക്ക് പറഞ്ഞു നരൻ. മുമ്പ് കേട്ടിട്ടുണ്ട് അത്. ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിക്കുന്നു. പക്ഷേ ആളുടെ ആള് ഇത്രയും വലിയ പൊസിഷനിലുള്ള ആൾ ഡൗൺ ടു എർത്ത്. ഈ പടത്തിന് 10-9 ദിവസം ഉണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ആദ്യം എടുത്തത് ഇയാളാണ് ഈ റോൾ ചെയ്യുന്നത്, ജോർജ് സാറിൻ്റെ റോളെന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് തന്നെ കാണിച്ചത്. നമ്മൾ അസാധ്യമായിരിക്കുന്നില്ല, അഭിനയിക്കണമെന്നേ തോന്നില്ല. അതാണ് വേണ്ടത്. എന്താണ് അഭിനയം ചോദിച്ചാൽ അഭിനയിക്കണം തോന്നരുത്. ചിലരുണ്ടല്ല ഞെട്ടുന്ന സീനൊക്കെ നമുക്ക് മനസ്സിലാവും ആർട്ടിഫിഷ്യലാണ്. തമിഴിൽ അത് പറഞ്ഞ് ഡയറക്ടേഴ്സ് പറഞ്ഞ് ചെയ്യിക്കും. അവിടെ അത് ആവശ്യമുണ്ട്. അമ്മ അങ്ങനെയല്ല, അമ്മ കണ്ണ് പെരിശി ചേർക്ക്. ഓക്കെ അതാണ് അവിടെ ഓക്കെ വയ്ക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണോ തമിഴ്? ഒരുപാട് മാറ്റങ്ങളുണ്ട്. ബെസ്റ്റ് സിനിമകളില്ല, റബ്ബർ പന്ത് മറ്റേത് മറിക്കുന്ന ഒരുപാട് നല്ല സിനിമകൾ തമിഴിൽ. ആ കാലം അങ്ങനെയായിരുന്നു. ഏതൊരു സിനിമയിലെ ജയറാം ഇത് ആക്ച്വലി അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞാൽ മതി, തമിഴിലാണെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ. അല്ല, അത് അഭിനയിക്കുന്നവരെ മാത്രം പറയല്ല, അവരുടെ കൾച്ചർ അങ്ങനെയാണ്. ഉദാഹരണം, ഒരു മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം, ഇവിടെയുള്ളവർ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നെഞ്ചിലിട്ട് അടിയും തറയെ കിടന്നുള്ളൂ, ഫുഡ് പോകുമ്പോൾ ഡാൻസ്,
ചെണ്ടമേളം ഓവറാണ് അവർ എല്ലാ കാര്യത്തിലും. ലൗഡാണ്, അതാണ്. ഈ മോഹൻലാലുമായിട്ട് വളരെ അടുപ്പമുണ്ട്. മോഹൻലാലുമായിട്ടുള്ള അടുപ്പം താങ്കളിങ്ങനെ ഓരോ മറുപടിയിലും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മമ്മൂട്ടിയുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ്? സൗഹൃദമാണോ അതോ? എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക് സിനിമയിൽ എന്താ പറയുക, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഒരു 3-4 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണ്. മോഹൻലാലിനെക്കാളും ഞാൻ കൂടുതൽ വിളിക്കുന്നതൊക്കെ ചിലപ്പം മമ്മൂട്ടി ആയിരിക്കും കാര്യങ്ങളൊക്കെ. പുള്ളി ഒരു ജ്യേഷ്ഠനെ പോലെ നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ്. എപ്പോഴും ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു, പുള്ളിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കും, അനുഗ്രഹം വേണമെന്ന് പറയും. അതൊക്കെ ചെയ്യുന്ന ശേഷം എന്നെ ഞാൻ സുഖമായിരുന്നു കാണാൻ പോകുന്നു, ഞാൻ പുള്ളിയെ വീട്ടിൽ പോകും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരു ദിവസം ഫോൺ ചെയ്യുമ്പോൾ നീ ഇവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എറണാകുളത്തുണ്ട്, ഇന്ന് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഷഷ്ടിയബ്ദ പൂർത്തിയാണ്, 60 വയസ്സ് തികയുന്ന ദിവസം. എന്നിട്ട് മക്കളും വരുമ്പോൾ ഞാൻ പറഞ്ഞു അവരൊക്കെ ഓരോ സ്ഥലങ്ങളിലാണ്, ഞാനിവിടെ ഒറ്റയ്ക്ക്. നീ ഇവിടെ വാ, നമുക്കിവിടെ നിനക്ക് ഇഷ്ടമല്ലേ ചൈനീസ് ഫുഡ്, നമുക്ക് ടാജിൽ എവിടെയെങ്കിലും പോയി കഴിക്കാം. ഞാൻ പറഞ്ഞാൽ 2 സ്മോളൊക്കെ അടിക്കുന്നത്, ഇവിടെ അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു അവിടെ അതില്ലെങ്കിൽ വേണ്ട, ഞാൻ 2 എണ്ണം കഴിച്ചിട്ട് വരാം, നിങ്ങളുടെ വീട്ടിലുള്ളത് മതി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് അദ്ദേഹവും വൈഫ് ഞങ്ങൾ 3 പേരും മാത്രം ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്ത് കടയുണ്ട്, അതാണ് ഷഷ്ടി പൂർത്തി. ഇപ്പോൾ സപ്തതി ചേർന്നപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ വൈഫ് മാത്രമേ ഉള്ളൂ, ബാക്കി മക്കളൊന്നുമില്ല, നിങ്ങളുമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടെന്നുള്ളൂ. ഞാൻ അവിടെ പോയാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും സുഹൃത്ബന്ധം വേറെ ആരെങ്കിലും ആയിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. കാര്യം നിരന്തരം വിളിക്കുന്നത്, എല്ലാവരും തിരക്കുകളിലും കാര്യങ്ങളിലും വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. മോഹൻലാലിനെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ച താങ്കളാണ്, അതേപോലെ പൃഥ്വിരാജിനെ കണ്ടെത്തുന്നത് തന്നെ താങ്കളാണ്. അതെങ്ങനെയാണ്? അത് ഞാൻ ട്രിവാൻഡ്രത്ത് ഹെയർ കട്ടിന് പോയത് ഒരു ദിവസം. എന്നുവെച്ചാൽ ഇനി എൻ്റെ കെട്ടിയാനല്ല ഞാൻ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഒരു പയ്യൻ വരും, നോക്കുമ്പം എന്നെ മനസ്സിലായിരുന്നു. ഞാൻ ഇന്നരാണ് സുകുമാരൻ്റെ പള്ളി. ഞാൻ പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് വന്ന കുട്ടിയല്ലേ, എവിടെയാണ് ഇപ്പം? ഞാൻ ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞത് എനിക്കറിയാം, ഓസ്ട്രേലിയയിലേക്ക് പൈസ അയക്കാൻ മല്ലിയും ഞാനൊക്കെ ഒന്നിച്ച് പഠിച്ചത്. അങ്ങനെ നാഗർകോവിലിൽ പോയിട്ട് അങ്ങനെ പൈസ അയക്കുന്നതൊക്കെ അവസ്ഥ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം അപ്പോൾ രഞ്ജിത്ത് തന്നെ വിളിച്ചു, ഡയറക്ടർ രഞ്ജിത്ത്, ഞാനൊരു പുതിയ പടം എടുക്കുന്നുണ്ട്, അപ്പോൾ അതിനകത്തൊരു നല്ല ഹാൻസം ബോയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരാളെ കണ്ടു, നല്ല കൊച്ചു ഹെർക്കുലീസിൻ്റെ കൂട്ടിരിക്കും, നല്ലൊരാൾ. ആരാണ്? ഞാൻ ഇന്നേരാണ്, ഒന്ന് വരാൻ പറയുന്നിട്ട് ഞാൻ മല്ലിയെ വിളിച്ച് പറയുന്നു. പുള്ളി ട്രെയിനിൽ അവിടെ ചെല്ലുന്നു. വൈകുന്നേരം എന്നെ രഞ്ജിത്ത് വിളിക്കുന്നു. താങ്ക് യു രാജു, താങ്ക് യു സോ മച്ച്. എന്താണ് ഇതാണ് കറക്റ്റ് എൻ്റെ പടത്തിൽ, അതാണ് നന്ദനം. അങ്ങനെയാണ് പൃഥ്വിരാജ് നന്ദനത്തിൽ വരുന്നത്. പൃഥ്വിരാജ് എൻ്റെ 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്. 2 പടവും നന്നായിട്ട്, ഒന്ന് അനന്തഭദ്രവും പിന്നെ ഒന്ന് പാവാടയും പുള്ളി ഒരു ഡൗൺ ടു എർത്ത് ക്യാരക്ടർ കൊണ്ടുവരുന്ന ഒരാളായിട്ടായിരുന്നു. അതുപോലെ റഹ്മാന്റെ സിനിമ എൻട്രി, അത് പത്മരാജൻ ചേട്ടനും ഞാനും എല്ലാവരും കൂടെ അന്ന് പോകുന്ന ട്രെയിനിൽ നമ്മൾ പോയി കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് ബൈ റോഡാണ് ഊട്ടി പോകുന്നത്. അപ്പം പത്മരാജൻ ചേട്ടനുണ്ട്, ഒരു പയ്യനുണ്ട്, ആ പയ്യൻ്റെ ഒരു ചേട്ടനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം പത്മരാജൻ ചേട്ടൻ ഞാനായിട്ട് ഇങ്ങനെ ഞാൻ കൂടെ അവിടെ സമയത്ത് തന്നെ കൂടെ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, രാജു ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ ട്രെയിനിൽ വെച്ച് ഈ പയ്യനാണ് ഇതിനകത്ത് ഈ റോൾ അഭിനയിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഞാൻ മുറിക്കുന്ന സ്ക്രിപ്റ്റ് വായിച്ച് എല്ലാം വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പട്ടണം ചേട്ടാ ഒരു കാര്യം പറയണ്ട, സ്ക്രിപ്റ്റ് വായിച്ചു ഔട്ട്സ്റ്റാൻഡിങ് ആണ്. വലിയ കാര്യത്തിന് അപ്സെറ്റ് ആവുന്ന ആളാണ് പട്ടണം ചേട്ടൻ. ഞാൻ പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, സ്ക്രിപ്റ്റ് ഗംഭീരം ആണോ? അല്ലെങ്കിൽ ഇല്ല, നമ്മൾ അല്ലെങ്കിൽ ഗംഭീരമുണ്ട്. പക്ഷേ ആ പയ്യൻ മിസ്കാസ്റ്റാണ്. അപ്പോൾ തന്നെ പുള്ളിയുടെ മുഖം മാറി. ഞാൻ പറഞ്ഞ ആ പയ്യൻ സുഹാസിനിയുടെ കൂടെ നടന്നാൽ മമ്മൂട്ടിക്ക് ഒരു ഡൗട്ടും തോന്നുന്നില്ല. അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പയ്യനാണെങ്കിലേ ആ ഒരു പൊസസീവ്നെസ് വർക്ക് ചെയ്യുള്ളൂ. പുള്ളി പല്ലി കടിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ വിചാരിച്ചു എൻ്റെ റോളും പോയെന്ന് ഞാൻ വിചാരിച്ചു. 2 പേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ച് പുള്ളി റിസൾട്ട് എത്തിക്കാനായിട്ട് വിളിയിപ്പോയി. ഞാൻ എണീറ്റ് മുറിയിപ്പോയി. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. നാളെ രാവിലെ വിടും. പെട്ടെന്ന് ദേഷ്യം വരും, ഇത് സഹിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ രാത്രി കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ വീട്ടിൽ പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഉണ്ടായിരിക്കാൻ, പക്ഷേ എനിക്ക് പറ്റില്ല. പിറ്റേ രാവിലെ പരവാൻ ചേട്ടൻ എൻ്റെ മുറിയിൽ വന്നു ഒരു 5-6 ഫോട്ടോ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതിനകത്തുനിന്ന് ഒരു പയ്യനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവൻ്റെ അച്ഛൻ അയച്ച ലെറ്ററാണ് ഇത് ഫോട്ടോ, ഈ ഫോട്ടോ കണ്ടിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്തൊന്നും കാര്യമായിട്ട് ഇഷ്ടപ്പെടില്ല. എന്നാൽ ഈ പയ്യൻ എങ്ങനെയുണ്ട്? ഈ പയ്യൻ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവൻ്റെ പരീക്ഷയായിരുന്നു, സ്കൂൾ അടച്ചത്. ഇതിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മൾ താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, എൻ്റെ പേരൊന്നും നമ്മളത് റെക്സ് സ്കൂളുണ്ട്, അവിടെ പഠിക്കുന്ന ഒരു പയ്യൻ വരും. ഇപ്പം രാജു ഒന്ന് നോക്കും. അപ്പോൾ ഞാൻ നോക്കും, ഒരു ജീൻസ്, നീല ജീൻസ്, ഒരു ചുവന്ന ബനിയന്മാരി ഇട്ട് ഇങ്ങനെ ഒരു പയ്യൻ അന്ന് വെളിയിൽ നിൽക്കുന്നു. ഇതമേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു.
ഇവൻ കൂടെ നടന്നാൽ മമ്മൂട്ടി സംശയിക്കും. അത്യാവശ്യത്തിന് മീശയും താടിയും പുതുച്ചപ്പൂടെയൊക്കെ ഉണ്ട്, ഇവ കറക്റ്റാണെന്ന് പറയും. അങ്ങനെ അവനെ കാസ്റ്റ് ചെയ്തു. അവൻ്റെ പേര് വേറൊന്നാണ്, റഹ്മാൻ, അച്ഛൻ്റെ പേരാണ് റഹ്മാൻ. അങ്ങനെയാണ് ആ പടത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ തുടങ്ങുന്നുള്ളൊരു പടത്തിന് ഒരു സോങ് എടുക്കുന്നുണ്ട്. റഹ്മാനും രോഹിണിയും കൂടെ അവിടെ ഡാൻസ് ചെയ്യുന്നു, ഞാനിവിടെ മേക്കപ്പ് ഇട്ടിരിക്കുന്നത്. അടുത്ത ഷോട്ട് കഴിഞ്ഞു വരുന്നു. അപ്പം ഡൽഹിയിൽ നിന്ന് പെൺകുട്ടികളുടെ സുന്ദരികളാണ്, ഡൽഹിയിൽ നിന്ന് വരുന്ന പെൺപിള്ളേരുടെ ഒരു ബസ് വന്ന് നിൽക്കുന്നു. അവർ പെണ്ണുങ്ങളൊക്കെ നോക്കുമ്പോൾ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഡാൻസ് മൂവ്മെൻറ്റൊക്കെ റഹ്മാനും രോഹിണി ചെയ്യുന്നുണ്ട്. അവർ ഹൗ സ്വീറ്റ്, ഹീ സോ നൈസ്, ഹീറോ വെരി ഹാൻസം. ഞാൻ മേക്കപ്പ് ഇട്ടിരിക്കുന്നുണ്ട്, ഇതിലുള്ള ആളാണെന്ന് മനസ്സിലായി. നോ, വാട്ട് ഈസ് ഹിസ് നെയിം? ഹീറോസ് നെയിം? ഹിസ് നെയിം മണിയമ്പിള്ള രാജു. ഹായ് മണിയമ്പിള്ള രാജു, ലവ് യു മണിയമ്പിള്ള രാജു, ലവ് യു ടാറ്റ എന്ന് പറയുമ്പോൾ അന്തപ്പെടുമ്പം ഇതിൽ ഒരു പെണ്ണിന് എന്തോ ഒരു സിമ്പതി തോന്നി എൻ്റെ അടുത്ത്. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് റഹ്മാൻ. ഞാനിത് റഹ്മാൻ്റെ അടുത്ത് പറഞ്ഞു. റഹ്മാന് അത് മണിയമ്പിള്ള രാജു എന്ന് പറഞ്ഞതിൽ സങ്കടമില്ല. ഞാൻ റഹ്മാൻ പറഞ്ഞത്, അതുകൊണ്ട് അയാളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല. അപ്പോൾ ഞാൻ കണക്ഷൻ പറഞ്ഞാണ്. നല്ല പെയിനാണ്, നൈസ് ബോയ്, അന്നും ഇന്നും എപ്പോഴും. പണ്ട് ഇവിടെ തിരുവനന്തപുരം ലോബി എന്ന് പറഞ്ഞൊരു ലോബി ഉണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റി ഒന്ന് പറയാം. അങ്ങനെ ഒരു ലോബി ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ലോബിയേ ഉണ്ടായില്ല, സത്യമേ അല്ല. വളരെ പ്രഗത്ഭരായ കലാകാരന്മാരെ ചുമ്മാ ഞാൻ 2 ഉദാഹരണം പറഞ്ഞു നിർത്താം. ഒന്ന്, അതാണ് അങ്ങനെ. കിരീടം എന്നുള്ള പടത്തിൽ സേതുമാധവൻ്റെ അച്ഛനായിട്ട് കറക്റ്റ് തിലകൻ ചേട്ടൻ തന്നെയാണ്. അതിനപ്പുറം ഒരു കാസ്റ്റിംഗ് ഇല്ല. അതേസമയം നമ്മുടെ മറ്റേ മോഹൻലാൽ കേരളമായിട്ടൊക്കെ വരുന്നില്ലേ, ഇവിടെ എടുത്തില്ലേ സിബി മലയൻ്റെ പടം, നല്ല നിറയെ പാട്ടുകളൊക്കെ ഉള്ള ഹിസൈനസ് അബ്ദുള്ള തമ്പുരാൻ്റെ വേഷം നെറുടി യൂണാണ് കറക്റ്റ്. ഞാനെടുത്ത ഈ പടം ഉണ്ടല്ലോ കണ്ണെഴുതി പൊട്ടുത്തൊട്ട്, അത് എൻ്റെ സുഹൃത്താണ്, ട്രിവാൻഡ്രമാണെന്ന് നെറുടി യൂണാൻ ഇടാൻ പറ്റില്ല. അത് തിലകൻ ചേട്ടൻ ചെയ്തേ പറ്റുള്ളൂ, നടേശ മുതലാളി, അതേ പറ്റത്തുള്ളൂ. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ സുനെ, മോഹൻലാൽ ഞാനായിട്ട് 58ഓളം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ 58 ചിത്രങ്ങളിൽ ഒരു 55 ചിത്രങ്ങളെങ്കിലും 100 ദിവസമോ 75 ദിവസമോ 50 ദിവസം ഓടിയ ഷീൽഡിലുണ്ട്. ഇപ്പോൾ ഏത് പടത്തിനുണ്ട് ഷീൽഡ്, എത്ര ദിവസം ഓടുന്നുണ്ട്? ഇങ്ങനെ ഉള്ള എന്നും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞാനും മോഹൻലാലും ഞാനോട്ടൊരു പടം അഭിനയിച്ചിട്ട് 10 കൊല്ലമായി. ഇപ്പോഴാണ് തുടരും ചെയ്യുന്നത്. തിരുവനന്തപുരം ലോബിയാണെങ്കിൽ പുള്ളി പറയാത്തെന്താണ്, പറയാത്തെന്താണ്. അല്ലെങ്കിൽ മമ്മൂട്ടിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 കൊല്ലമായി. അവർ എന്നും വിളിക്കുന്ന ഫ്രണ്ടാണ്. അപ്പോൾ ലോബിങ് എന്നുള്ള സംഭവമില്ല. അവനവന് മാർക്കറ്റുണ്ടോ അവരെ വിളിക്കും. ഇപ്പോൾ എൻ്റെ അച്ഛൻ പടം എടുക്കണമെങ്കിൽ അച്ഛൻ പറയും, ഞാൻ ഈ മോഹൻലാലിനെ വെച്ചൊരു പടം ഇടാം, അതിൻ്റെ പൈസ കിട്ടിയ നിനക്കല്ലേ, നിനക്കത് വെച്ച് എന്തും ചെയ്യില്ല, അതുകൊണ്ട് നീ മാറിയില്ലേ, നീ അത്രത്തോളം ആയില്ലേ, മാറിയില്ലേ. അപ്പോൾ മാർക്കറ്റിങ്ങല്ല, ലോബിങ് എന്നുള്ള സംഭവമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ മട്ടാഞ്ചേരി അവിടെയൊക്കെ ഉള്ളവർക്ക് ഒരു ഗ്രൂപ്പുണ്ട്, കാര്യങ്ങളുണ്ട്, സംഭവമുണ്ട്. അത് അവർ സുഹൃത്തുക്കളൊക്കെ അവിടെ ഒന്നിച്ച് താമസിക്കുന്നവരായിരിക്കും, കഥ എഴുതുന്നവരും ക്യാമറമാന്മാരും ആക്ടേഴ്സൊക്കെ ആ ഒരു ഏരിയയിലുള്ളതുണ്ട്. അന്ന് ട്രിവാൻഡ്രത്ത് ഞാൻ പറയുക ആദ്യത്തെ 3 ഹീറോസും ട്രിവാൻഡ്രമല്ലേ, മധു സാറായാലും നസീർ സാറായാലും സത്യം മാസ്റ്ററായാലും ഇവിടെ നിന്നല്ലേ വരുന്നത്. പിന്നെ ബെല്ലാൻഡ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. ഉണ്ട്. ഞാനൊക്കെ ഈ പറഞ്ഞ പ്രിയൻ്റെ പടങ്ങളിലാണ് കൂടുതൽ അഭിനയിക്കുന്നത്, 10-30. ഏറ്റവും കൂടുതൽ പടം റെക്കോർഡ് എനിക്ക് ജോഷി സാറായിട്ട് 38 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ജോഷി സാർ എറണാകുളമാണ്. പിന്നെ കാസ്റ്റ്, ജാതിയുടെ കാര്യം പറയും, എല്ലാവരും പറയും. MT വാസു എന്ന് പറയുന്ന ഒരാളാണ് മമ്മൂട്ടിയെ കൊണ്ടുവന്നത്, ഫാസിൽ എന്നുള്ള ഒരാളാണ് മോഹൻലാലിനെ കൊണ്ടുവന്നത്. അപ്പോൾ അത് പൊളിഞ്ഞില്ലേ, അതിലൊന്നും കാര്യമില്ല. ജാതി മതം ഒന്നും ഒരു പ്രശ്നമില്ല. ടാലൻ്റ് ഉള്ളവർ വിളിക്കും, അല്ലെങ്കിൽ പിന്നെ തീരെ ന്യൂസൻസ് ആയവരെ പുറന്തള്ളും. അസുഖത്തെ പറ്റി പറഞ്ഞു. ക്യാൻസർ സർവൈവർ ആണ് താങ്കൾ. എങ്ങനെ അസുഖം അതാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചെവിക്കകത്ത് ആണി അടിച്ചാൽ ഒരു വേദന, ഇവിടെ ഒരു റേഡിയേഷൻ്റെ ഒരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ENT ഡോക്ടേഴ്സിനെ കാണിച്ചാൽ ചെവിയിൽ മരുന്ന് ഒഴിച്ചാൽ മതി, ഈ ഗുളിക പിഴിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മാറിയില്ല. ഈ ഷൂട്ടിംഗ് നടന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ ചെവി വേദനയുണ്ട്, തുടരുന്ന സമയത്തും. എന്നിട്ട് രാത്രിയൊക്കെ ഞാൻ വന്ന് ഇങ്ങനെ ഇരിക്കും, നേരം വെളുത്ത ഒരു ചായ കുടിക്കായിരുന്നു, ഇങ്ങനെ വേദന സഹിക്കാൻ വയ്യാന്ന്. ചെവിയിൽ ഇങ്ങനെ ആണി അടിച്ചതുമാതിരി ഒരു വേദന, അതിൻ്റെ റേഡിയേഷൻ പരിപാടി. കാരണം ക്യാൻസറിന് ഒരിക്കലും പെയിൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അതൊരു നല്ല സിംറ്റം ദൈവം കാണിച്ചു തന്നാണ്. അങ്ങനെ ഇവിടെ വന്ന് വേറൊരു ENT കൊട്ടിയത്തുള്ളൊരു ഫേമസ് ഡോക്ടറെ കാണിച്ചു. പുള്ളി ഫോട്ടോയൊക്കെ എടുത്ത് എക്സ്റേ എടുത്തപ്പോൾ ഇവിടെ ഒരു ഞരമ്പുണ്ടെന്ന്, പല്ലിനിടെ ബ്ലോക്കാണ്, എ ഡെൻറ്റിസ്റ്റ്. എനിക്ക് നേരത്തെ പുള്ളി നോക്കുന്നൊരു വർത്തമാനം കൂടെ പറഞ്ഞു. പക്ഷേ ഈ ചെവി വേദന ഉണ്ടല്ലോ, ദാറ്റ്സ് വെരി ബാഡ് സൈൻ. ചിരിച്ചോണ്ട്
ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഡെൻറ്റിസ്റ്റിനെ കണ്ടപ്പം ശരിയാണ് ഇങ്ങനെ ഞരമ്പുണ്ട്. അപ്പോൾ അന്ന് 35 വർഷം മുമ്പ് 2 സ്റ്റീൽ പല്ല വെച്ച്, അന്ന് സെറാമിക്കില്ല, അത് ഇളക്കി കളഞ്ഞിരുന്ന് വെച്ചപ്പോൾ വേദന മാറി. പിറ്റേന്ന് വൈകുന്നേരമായപ്പോൾ വീണ്ടും തുടങ്ങി വേദന, എനിക്ക് സഹിക്കാൻ വയ്യ. അങ്ങനെ ഇവിടെ വന്ന് പിന്നെ MRI എടുത്തപ്പോഴാണ് ഇത് തൊണ്ടയിൽ നാക്കിൻ്റെ അങ്ങേ അറ്റത്ത് ടോൺസിലൈറ്റിസിൻ്റെ താഴെ. അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ, ഒരു 20 സ്റ്റിച്ച് ഉണ്ട് ഇവിടെ. അത് ഈ വരയിലായതുകൊണ്ട് കാണുന്നില്ല. അപ്പോൾ അതും എടുത്ത് പിന്നെ ഒരു 30 റേഡിയേഷൻ, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാലങ്ങളാണ്. പിന്നെ 5 കീമോ, അതോടെ മാറി. പിന്നെ മരുന്നൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ പറയുക, ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. ക്യാൻസർ എന്ന് വെച്ചാൽ പേടിച്ച് പിന്മാറിയിട്ട് കാര്യമില്ല. ഇത്രയും ചാൻസിൽ പോയി ചാവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാൻ പിടിച്ച് നിന്നില്ലേ. അതുപോലെ ഇത് ഫൈറ്റ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് എനിക്ക് അറിവേണ്ട ലിസി എന്നെ വിളിച്ച് പറയുന്നത്, രാജചേട്ടൻ ഒരു പോരാളിയാണ്, യു ആർ എ ഫൈറ്റർ, ഈ രോഗം വന്നതൊന്നും കണക്കാക്കണ്ട, അതിന് ഫൈറ്റ് ചെയ്യണം. മമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഫൈറ്റ് ചെയ്യണടാ, നീ ഫൈറ്റ് ചെയ്യണം. ഞാൻ അങ്ങേർക്ക് അസുഖം വന്നപ്പോഴും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, നിങ്ങളാണ് നമ്മുടെയൊക്കെ ഒരു ധൈര്യം, ഫൈറ്റ് ചെയ്യണം. നമ്മൾ പേടിച്ച് വീട്ടിൽ പുതച്ച് കിടന്നാൽ അതവിടെ തീർന്നതാണ്. നമ്മൾ പഴയതിനേക്കാൾ ആക്റ്റീവ് പോവുക. ചിലർക്ക് അസുഖം വന്ന് വെളിയിൽ പറയാൻ മടിയും ഒക്കെ ആയിരിക്കും. ഞാൻ കല്യാണ പന്തലിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു രസികനായ ഒരു അമ്മാവൻ, കുറച്ച് വിവരക്കുറവുണ്ട്. ഇത്രയും ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുപ്പോൾ കൈ കഴിയുമ്പോൾ അയാൾ ആൾക്കൂട്ടത്തിടുന്നു എത്തി വലിഞ്ഞു ഉറക്കം ചോദിച്ചു, ഷുഗർ അടിച്ചല്ലേ അങ്ങ് ഓഞ്ഞു പോയല്ലോ. ഞാൻ പറഞ്ഞു, ഷുഗർ അല്ല, അങ്ങനെ ആളെ കൊച്ചാക്കരുത്, ക്യാൻസർ പേഷ്യൻറ്റ്. ആൾക്കാരൊന്ന് കിടുങ്ങി പോയിട്ട് എൻ്റെ മറുപടിയായിട്ട് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇന്നലെ ഒരാൾ വന്നിട്ട് അങ്ങനെ, ഇന്നലെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് വൈകുന്നേരം, രാജു വല്ലാതെ അങ്ങ് വാർന്നു പോയില്ല, എന്ത് പറ്റി, നമ്മൾ സുഖമല്ല, എന്താ സുഖം, നമ്മൾ ക്യാൻസർ ആയിരുന്നു, എനിക്ക് ക്യാൻസർ ആയിരുന്നു. അല്ല അതങ്ങനെ തിരിച്ചുകൊണ്ട് പറയാൻ പറ്റും, ഞാൻ എനിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറയണം. ഇതൊക്കെ സത്യങ്ങളല്ലേ. അതിലൊന്നും ഇന്നത്തെ കാലത്ത് അതിലൊന്നും ഭയന്നിട്ട് കാര്യമില്ല. എല്ലാ കാര്യത്തിനും ലേറ്റസ്റ്റ് മെഡിസിൻസ് ഉണ്ട്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ അമ്മയ്ക്കൊക്കെ ക്യാൻസർ വന്നപ്പോഴത്തേക്കും, ക്യാൻസർ വന്നാൽ മരിച്ചത് വയറ്റിലായിരുന്നു. അപ്പോഴത്തേക്ക് മരുന്ന് ആയുർവേദ അരിഷ്ടവും ഗുളികയൊക്കെയാണ് കൊടുത്തത് സംഭവം. ഇന്നത്തെ മാതിരിയുള്ള ഈ സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പം എല്ലാം ഞാൻ ട്രിവാൻഡ്രം ക്യാൻസലായത്. ഇവിടെ RCC വൺ ഓഫ് ദി ബെസ്റ്റ്, അവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഹോസ്പിറ്റലൊക്കെ കാര്യമുണ്ട്. അതുകൊണ്ട് ഇത് വന്ന ഒരാൾ പേടിക്കേണ്ട കാര്യമില്ല. കൂടുതൽ ധൈര്യത്തോടുകൂടി ലൈഫിൻ്റെ ഫേസ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുക. അസുഖം ഉണ്ടെന്നുള്ള വിചാരം ആദ്യം മാറ്റി വയ്ക്കുക. ഞാൻ നോർമൽ, ഇപ്പം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അത് നാക്കിൻ്റെ ഒരു കുഴപ്പം, എല്ലാവർക്കും നല്ല ഫുഡ് കൊടുത്ത് നന്നായിട്ട് ഫുഡ് എൻജോയ് ചെയ്ത് കഴിച്ചാണ്. അപ്പോൾ ദൈവം തന്നതിന് ശേഷം നീ കുറച്ച് ആൾ കഞ്ഞി കുടിച്ച് കഴിയിടാമോ, അങ്ങനെ എടുക്കത്തുള്ളൂ. ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ്. അത്രയേ ഉള്ളൂ സംഭവം. ഇത് വന്നപ്പോൾ ആരെങ്കിലും പറഞ്ഞു ഇത് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കാം പറഞ്ഞ പോലെ അരിഷ്ടോ? ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. അതല്ല, എനിക്ക് മക്കളാണ് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്ത്. അപ്പോൾ ഒരു ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സീനിയറായിട്ട് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ആളാണ് ഡോക്ടർ. അദ്ദേഹം വാതിൽ വന്നു. ഞാൻ ഡോക്ടർ റിസൾട്ട് വന്നു ക്യാൻസറാണ് കേട്ടോ, ഒറ്റയടിക്കാൻ പറയാം. ഞാൻ സൈഡിൽ നിന്ന് ചെവിരിലൊന്ന് പിടിച്ചാൽ ഞാൻ താഴെ വീണു വരും പേടിച്ചിട്ട്. ഞാൻ തീർന്നു എന്നല്ലേ നമ്മൾ വിചാരിച്ച സംഭവം. ഒരു നിമിഷം ഞാൻ പേടിച്ച്. ശരി, ഭയങ്കരമായിട്ട്. അപ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞാലും ഓരോരുത്തരായി. ഇതിനൊരു ഫുഡ് ഇതുണ്ട് കേട്ടോ, എന്താണ് ഫുഡ് പ്രോഡക്റ്റ്സ്, എന്താ ഒരു വാക്ക് പറയുമല്ലോ, ഡയറ്ററി അതാണ് മറിച്ചാണ്, അത് കഴിച്ചാൽ മതി. ഇവിടെ ഒരു വൈദ്യനുണ്ട്, ശ്രീനിവാസനൊക്കെ അങ്ങനെ ഒരുപാട് വൈദ്യനടുത്ത് പോയാൽ. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പലരും വരും, രാജു എണ്ണ, മരുന്ന് പൊടി, മഞ്ഞപ്പൊടി എന്നൊക്കെ ഉണ്ട്, ഒന്നും കഴിക്കരുത്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീർന്നു, ഈ 30 റേഡിയേഷൻ 5 ചെയ്തുള്ളൂ, അല്ലാതെ ഇതിന് സബ്സിഡറി മറ്റേ പരിപാടികളൊന്നുമില്ല. ഹെൽത്ത് നോക്കുക, എക്സസൈസ്. ഞാൻ അതിനുശേഷം ജിമ്മിൽ ചേർന്നു, മുമ്പില്ലാത്ത ആളാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എന്താ പറയുക, വർക്കില്ലാത്ത 10 തൊട്ട് 12 ട്രിവാൻഡ്രം ക്ലബ്ബ് ജിമ്മിൽ പോകും. അത് നമുക്കൊരു ആർണോൾഡ് ആകാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു ഉന്മേഷം, ഒരു എൻജോയ്മെൻറ്റ്, സന്തോഷം, കാര്യങ്ങളൊക്കെയാണ്. എല്ലാ സിനിമയും ഞാൻ വന്ന ഫസ്റ്റ് ഡേ എല്ലാ സിനിമയും കാണും. തിയേറ്ററിൽ പോയേ കാണത്തില്ല, അതാണ് രസം. എല്ലാം തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ്. മോശം എന്ന് പറഞ്ഞ പടങ്ങൾ പോകത്തില്ല, നല്ല പടങ്ങൾ എല്ലാം പോയി കാണും. പിന്നെ ഇല്ലാത്ത മറ്റു ഭാഷകളിലുള്ള പടങ്ങൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഫ്രീ ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു സിനിമ, ചിലപ്പോൾ നല്ല ആസാമീസ് പടം കാണും. ഇപ്പോൾ സബ് ടൈറ്റിലുണ്ട്, നമുക്ക് ലാംഗ്വേജും പ്രോബ്ലം ഇല്ല, അങ്ങനെ കാണും. തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ ഒരു പൊസിഷനിൽ എത്താൻ ഏറ്റവും സഹായിച്ചത് എന്താണ് താങ്കൾ? ഒരു ഫയർ ഉണ്ടായിരുന്നു, ആ ഫയറിലുപരി എന്താണ് ഒരു ഫാക്ടർ? അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത് ഇപ്പോൾ? അല്ല, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ഈ പറഞ്ഞ സ്ട്രഗിൾ ചെയ്തു. ഒരുപാട് സമയങ്ങളിൽ, ഒരു ദിവസങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ
ഞാൻ വിചാരിച്ചിടത്തെത്തി. എൻ്റെ ആഗ്രഹം അങ്ങനെ ഈ കോടിയിൽ വാങ്ങിയത് സൂപ്പർ സ്റ്റാർ ആവണമെന്നുള്ള ഒരു സ്വഭാവ നടൻ. ഇതിനകത്ത് 50 കൊല്ലം നിൽക്കാൻ പറ്റിയത് ഭാഗ്യമല്ലേ. എൻ്റെ കൂടെ അഭിനയിച്ചവരും അമ്മ തുടങ്ങിയതിന് ശേഷം തന്നെ എൻ്റെ 100-120 പേര് മരിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്ത് തന്നെ 400ഓളം പേര് മരിച്ചു വരുന്നുണ്ട്, ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും. ഞാൻ ഒന്നുമില്ലെങ്കിലും ഈ പറഞ്ഞ ഒരു 50 കൊല്ലം പിടിച്ച് നിൽക്കാൻ പറ്റി. ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു. എത്ര ഡയറക്ടേഴ്സ്, എത്ര ലൊക്കേഷൻ, എത്ര രാജ്യങ്ങൾ, എല്ലാം ഇതിനകത്തൂടെ നടന്നില്ലേ സംഭവങ്ങളെ. അപ്പോൾ അതൊക്കെ എനിക്ക് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈശ്വരൻ്റെ കാര്യം പറയണം. പിന്നെ എനിക്ക് ഒരു സിംഗിൾ ചായ തന്ന കുട്ടിയെടുത്ത് പോലും നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അവരെല്ലാം ഇതുണ്ടല്ലോ, അത് ഒരാളായിട്ടൊരു പറയാൻ പറ്റത്തില്ല. ഈ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയ ആളായതുകൊണ്ട് ഇപ്പം ഈ സിനിമ മോഹമായി നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ മുന്നിലുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഫൈറ്റ് ചെയ്യണം, അത്രേ പറ്റും. ഇപ്പം ഞാൻ പറയാം, ഞാൻ മുമ്പ് പറയാറുള്ള കുട്ടികളത്തൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു മാങ്ങ നിൽക്കുന്നു. നമ്മുടെ മനസ്സിലൊരു ആഗ്രഹവും സ്വപ്നം വേണം മാങ്ങ. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ തോട്ടിയിട്ട് പറിക്കും, അല്ലെങ്കിൽ മതിൽ കയറിയെന്ന് പറയും. ആഗ്രഹമുള്ളതുണ്ട്. ആഗ്രഹമില്ലാത്ത നടന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കും. ആഗ്രഹമുള്ളവൻ അത് കൈക്കലാക്കും. അപ്പം നമ്മുടെ മനസ്സിലൊരു അംബീഷൻ വേണം. അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ കണ്ടെത്തണം. എന്തായാലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ഈ നേരത്തെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വിഷൻ ഉണ്ടല്ലോ, അതുണ്ട് എനിക്ക്. എന്നെ സംബന്ധിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു സഹജീവികളോടത്തുള്ള സ്നേഹവും പെരുമാറ്റവും മാത്രമാണ് എൻ്റെ അഭിനയം അല്ലാത്തത്. അത് എൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് സംഭവം. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ ദേഷ്യം വരും, നിങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചാൽ അത് എന്ന് ചോദിക്കുന്നത് അതെൻ്റെ ജെന്യൂനായിട്ടുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് പത്രക്കാർക്ക് തോന്നും, നിങ്ങളെ പേഴ്സണാലിറ്റി ഹർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, അങ്ങനൊരു ഇതില്ല. എൻ്റെ വൈഫ് പറയും സംസാരിക്കുമ്പോൾ ഒന്ന് ചേട്ടൻ സൂക്ഷിച്ചു എന്തിനിങ്ങനെ എന്നൊക്കെ പറയുന്നത്. ഞാൻ അയ്യോ അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടില്ല, ഞാനില്ല. എന്താ പറയുക, ഡയറക്ഷന് വേണ്ട ഒരു കാര്യങ്ങളൊന്നും മെയിൻ ക്ഷമയാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ മൈനസ് പോയിൻറ്റ് എനിക്ക് കുറവുള്ളതും ക്ഷമയാണ് സംഭവം. ഞാൻ ഒരു ധൃതി വെപ്രാളത്തിൻ്റെയൊക്കെ ആളാണ്. ആകപ്പാടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇരുന്ന് ഇത്രയും നേരം. അതുപോലെ തിയേറ്ററിൽ സിനിമ കാണാൻ പോയാലും ഇരിക്കും. എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ പടത്തെ കൊള്ളാം തരണ്ടേ. ഞാൻ ആഗ്രഹിച്ച പോലെ സ്പിൽബർഗിനും കൂടെ തോന്നണ്ടേ. എന്താണ് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. ആര് വിളിച്ചാലും എനിക്ക് പറയാവുന്നത്. ഇവിടെ ഇപ്പോൾ പുതിയ ഡയറക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ പടം ചെയ്യുന്നത്. അവരെ ടാലൻസ് നമുക്ക് അറിയാം. വരുന്നവരൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട്, ഇവിടെ മാത്രമല്ല തമിഴിലും. അതുകൊണ്ട് നമുക്ക് ഇന്നാര പടത്തിൽ അഭിനയിക്കുന്ന പറഞ്ഞ് ബാക്കിയുള്ളവർ വിളിക്കാതെ ആക്കരുത്.